जान से प्यारे ममता कालिया। जिस समय मंच पर प्रकाश होता है, नौजवान वैज्ञानिक डॉक्टर कौशिक अपनी प्रयोगशाला में परीक्षण कर रहे हैं। उनके आसपास माइक्रोस्कोप, परगनाली, बीकर और जार नजर आ रहे हैं। उनका सहयोगी अविनाश भी उनके साथ लगा हुआ है। एकाएक डॉक्टर कौशिक के चेहरे पर खुशी और उत्तेजना आती है। എന്താ പറയുന്നത്, ഇപ്പം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഗവേഷണ സ്ഥലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ആക്ച്വലി എന്താണിത്, ഒരു ഏകാംഗിയാണ് അല്ലേ. അപ്പം ഇവിടെ സ്റ്റേജിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എങ്ങനെയാ, സ്റ്റേജിൽ ഒരു തുറക്കുന്നു. അപ്പം ജിസ് സമയം മഞ്ച് पर പ്രകാശ് ആത്താ ഹേ, നമ്മൾ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം വെളിച്ചം വരുന്നു. വെളിച്ചം വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാ, നൗജവാൻ വൈജ്ഞാനിക. അപ്പം അവിടെ എന്താ കാണുന്നത്, നമ്മൾ സ്റ്റേജിൽ ആരെയാ കാണുന്നത്, ഒരു സയന്റിസ്റ്റിനെയാണ് കാണുന്നത്. നൗജവാൻ വൈജ്ഞാനിക് ബോൾനെസൊക്കെ ഒരു യങ്ങർ ആയിട്ടുള്ള, അല്ല താടിയും മുടിയും വെളുത്തിട്ടുള്ളതല്ല, ഒരു യങ്ങർ ആയിട്ടുള്ള നൗജവാൻ അല്ലാതെ യങ്സ്റ്റർ, ചെറിയ കുട്ടിയല്ല, യങ്സ്റ്റർ. ഒരു 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 വൈജ്ഞാനിക, ഒരു ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ളത്, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കുന്ന ഏതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം വൈജ്ഞാനിക ആകണമെന്നുണ്ടെങ്കിൽ, സയന്റിസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഒരു യങ്ങർ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. ആരെയാണ്, എന്താ പേരെന്താ ആളുടെ, ഡോക്ടർ കൗശിക്. അപ്പം ഡോക്ടർ കൗശിക്കാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ मंजिल। अपनी प्रयोगशाला में क्या कर रहा है वो, अपनी പ്രയോഗശാല പറഞ്ഞ റിസർച്ച് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രയോഗശാല എന്ന് പറയുന്നത്. അപ്പം പ്രയോഗശാല में परीक्षण कर रहे हैं. പരീക്ഷण मतलब അവിടെ എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. उनके आसपास माइक्रोस्कोप, परगनाली, എന്തോ സംഭവം അത് നമുക്കറിയാം. നമുക്ക് ജസ്റ്റ് ഒരു കെമിസ്ട്രി ലാബിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കറിയാൻ പറ്റും ഇല്ലേ, എന്തൊക്കെ ഉണ്ടാവും, മൈക്രോസ്കോപ്പ് ഉണ്ടാകും, പിന്നെന്താ ടെസ്റ്റ് ട്യൂബ്സ് ഉണ്ടാവും, പിന്നെ ജാറും സംഭവങ്ങളൊക്കെ കുറെ ഇങ്ങനെ വച്ചിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ ഒരു പരീക്ഷണശാല തയ്യാറാക്കുന്നത് തന്നെ അല്ലേ. അപ്പം അതൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്, കെമിസ്ട്രിയുടെയും പിന്നെ എന്താ സയൻസിൻ്റെ രണ്ടും കൂടെ. മൈക്രോസ്കോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സയൻസിൻ്റെ സൈഡിൽ ബയോളജി, സുവോളജി സുവോളജി ബോട്ടണി ബന്ധപ്പെട്ട ബയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനകത്ത് മൈക്രോസ്കോപ്പൊക്കെ കൂടുതലും കാണാൻ പറ്റും. അപ്പം മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, പിന്നെ ബീക്കറുണ്ട്, പിന്നെ ജാറ് സംഭവങ്ങൾ, ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ അവിടെ രണ്ടിലിങ്ങനെ വച്ചിട്ടുണ്ട്, അടുക്കി പിറക്കി അങ്ങനെ വച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണാം. മഞ്ചിൽ അവിടെ നമുക്ക് ആ മഞ്ചിൽ സ്റ്റേജിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ, ജസ്റ്റ് തിങ്ക് ചെയ്യും. उनका सहयोग अविनाश भी उनके साथ लगा हुआ है. उनका सहयोगी अविनाश भी उनके साथ लगा हुआ है. बोलने से क्या है, അവരുടെ കൂടെ തന്നെയല്ല, ആരും കൂടെ ഉണ്ട്, नौजवान वैज्ञानिक डॉक्टर कौशिक अकेला नहीं है, उसके साथ कौन है, उनके साथ एक सहयोगी भी है, अविनाश, उसका नाम है अविनाश. तो अविनाश भी उसके साथ है, അതിന്റെ കൂടെ ഉണ്ട് അവിടെ. उनके साथ लगा हुआ है. എന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രണ്ടുപേരും കൂടെ. एकाएक എന്നുവെച്ചാൽ വേഗം പെടുന്നെ, എന്നുവെച്ചാൽ വേഗം തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു, ഡോക്ടർ കൗശിക് के चेहरे पर खुशी और उत्तेजना आती है. അപ്പം എന്തോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കോമൺലി നമ്മൾ എന്ത് ചിന്തിക്കണം, അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് എന്താണ് കൗതുകം. അതും പ്രത്യേകിച്ചും വേഗം തന്നെ ഡോക്ടർ കൗശിക്കിന്റെ മുഖത്ത് എന്ത് വരുന്നു, चेहरे पर खुशी और उत्तेजना, कुछ तो कुछ अच्छा हुआ है उधर. उनको मन में
हैप्पी देने वाला, कुछ समथिंग इधर हो गया, वही दिखा रहा है डॉक्टर कौशिक। यूरेका, यूरेका का मतलब क्या है, वो किधर सुना है? न्यूटन। तो उसके बाद वो सोच के वो वही ग्रेविटी पावर का वो सोच उसके मन में आने से वो यूरेका यूरेका बोल के दौड़ रहा था ना, वही यूरेका। यानी साइंटिस्ट बोलने से उसको वही है, वैसा ही रहता है उनका मन। तो कुछ ढूंढ निकाला है उसे, तो उनको അവൻ എന്തോ കണ്ടുപിടിച്ചു, റിസൾട്ട് आया, वो जो कर रहा था वो परीक्षण में कुछ तो रिजल्ट आ गया, എന്തോ വന്നു, എന്തോ കിട്ടിയിട്ടുണ്ട്। मैंने ढूंढ लिया, क्या बोल रहा है वो, ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ मैंने ढूंढ लिया, ഞാൻ കണ്ടുപിടിച്ചു। तुमने देखा अविनाश कैसे वह मरा हुआ कॉकरोच उस घोल को ढालने से अभी अभी जिंदा होकर चल दिया। क्या बोल रहा है, अविनाश को बोल रहा है, वो कौन है, डॉक्टर कौशिक अपने सहयोगी अविनाश को बोल रहा है। അവിനാശിനോട് എന്താ പറയുന്നത്, कैसे वह मरा हुआ कॉकरोच, बोल दो ആ ചത്ത मरा हुआ, तो ചത്ത കോക്രോച്ച് എന്ത് പറ്റി, उस गोल को डालने से, എന്താ ആ ഗോൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും, എന്തോ ഒരു വട്ടത്തില് വെള്ള ആ പാത്രത്തിലല്ലേ, ആ എന്തായാലും പറയണ ബോൾസ് ഇല്ലേ, എന്തോ ഒരു ബോളിൽ ഇട്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി, गोल को डालने से अभी अभी जिंदा होकर चल दिया, हाँ पुनर्जीवित हो गया। क्या बोल रहे हैं, अभी अभी जिंदा होकर चल दिया। अरे ചത്തു കിടന്നിരുന്ന കോക്രോച്ച് എണീച്ച് ആ ഗോളിലേക്ക് ഇട്ടപ്പോ ആ ഡിഷിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഇതേ എണീച്ചത് നടക്കണമെന്ന്, ജിന്ദാ ഹോക്കർ ചൽ ദിയ, നടക്കാൻ തുടങ്ങിയെന്ന്। അവിനാശ് ശങ്കാസെ, അവിനാശ് എന്ത് പറ്റി, അവിനാശ് शंका से डाउट ले നിന്നിട്ട് शायद वो कॉकरोच अभी पूरी तरह मरा नहीं था, എന്താ പറയുന്നത് അവിനാശ്, എന്താ പറയുന്നത്, वो मरा नहीं था, वो इसको विश्वास नहीं आ रहा है, वो जो भी परीक्षण कर रहा है ना उसमें वो कुछ भी रिजल्ट अच्छा आया करके उसको मन में विश्वास नहीं आ रहा है, അതിന് വിശ്വാസേ വന്നില്ല। എന്താ പറയുന്ന അവിനാശ്, ഷായദ് എന്താ പറയുന്നത്, ചിലപ്പോ ആ കോക്രോച്ച് പൂർണ്ണമായിട്ടും ചത്തിട്ടുണ്ടായി കാണില്ല എന്ന് പറയുക, അതുകൊണ്ടാണ് അത് എണീച്ച് നടന്നു പോയത് അടുത്ത് കിട്ടപ്പോഴത്തേക്കും। ഡോക്ടർ കൗശിക് ഉസി ജോഷിമേ വെച്ചാല് ഇതെന്ന് പറയണതൊന്നും മാർക്ക് ബാധകമല്ല, ഡോക്ടർ കൗശികിന് ബാധകേ അല്ല, എന്താ പറയുന്നത് ഉസി ജോഷിമേ, അപ്പൊ ആദ്യമേ എന്തോ എത്രത്തോളം ഉത്സാഹത്തോടെയാണോ പറഞ്ഞത് ആ ഉത്സാഹത്തോട് തന്നെ വീണ്ടും തുമേ പതാ ഹേ ഉസേ മരേ ഹുയേ 6 घंटे हो चुके थे, എന്താ പറയുന്നേ 6 മണിക്കൂറായിട്ടുണ്ട്, എന്തായിട്ട്, ഓ കോക്രോച്ച് മർക്കെ 6 घंटे, 6 घंटे बोलना 6 hours കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോക്രോച്ച് മരിച്ചിട്ട്, ഇത് ചത്തുപോയിട്ട്। അവിനാശ് പിന്നെ അപ്പൊ അവിനാശ് പറയുന്നു മാതേ കാ പസീന പോസ്തെ ഹുയോ, മാതേ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവരാണെങ്കിൽ വിയർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് നെറ്റിയില്, മാതേ മതലൊക്കെ ഫോർഹെഡ്, നെറ്റിയില് വേർപ്പ് തുള്ളികളൊക്കെ തൂത്തിട്ട്, എന്താ പോസ്തെ ഹുയെ ബഡി ഭേഡബ് चीज है कॉकरोच, आप उसे चप्पल से कुचल दे, सड़सी से दबा दे, पहाड़ से गिरा दे, समुद्र में डुबा दे, वह थोड़ी देर में सांस लेकर फिर चल देगा, इन बातों को कोई वैज्ञानिक आधार नहीं है। എന്താ പറയുന്നത് അവൻ, എന്നിട്ട് എന്താ പറയുന്നത്, ഈ 6 घंटे മരിച്ചത് ചത്തിട്ടൊന്നും അവൻ വിശ്വസിക്കുന്നുമില്ല, അവനത് സമ്മതിക്കുന്നുമില്ല, അതിനു വേണ്ടി അവൻ എന്താ തർക്കിക്കുന്നത്, വെടി ബേഡബ് ചീസ്, എന്നാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള സാധനമാണ്, ആര് കോക്രോച്ച്, എന്താ പറയുന്നത് അവിനാശ്, എന്താ പറയുന്നത്, അതിന് നമ്മള് ചപ്പലുകൊണ്ട് നിങ്ങൾ എന്താണ് ഉസേ ആപ്പ്, താങ്കൾ അതിനെ എന്ത് ചെയ്യണം, ചപ്പൽസെ കുച്ചൽതേ, ചിലരുടെ ചെരുപ്പ് വെച്ചിട്ട് അരച്ച് തേച്ച് കൊന്നാലും
അതിന് ചപ്പൽ സെ കുച്ചലെന്ന് വെച്ചെന്നാ അരച്ച് തേച്ച് കളയുക. അരച്ച് തേച്ച് കളഞ്ഞാലും സഡിസി സെ ദബാതെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഞെരിച്ചാലും, പിന്നെന്താണ് പഹാഡ് സെ ഗിരാതെ കൊണ്ടുപോയിട്ട് പാറപ്പൊക്കത്ത് താഴത്തേക്ക് ഇട്ടാലും, പിന്നെന്താ സമുദ്രമേ ഡുബാതെ സമുദ്രത്തെ കൊണ്ട് മുക്കിക്കൊന്നാലും, എന്താ മുക്കിയാലും എന്ത് പറ്റില്ല, ബഹുദോടി ധർമ്മ അത് കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്കും ധർമ്മ സാസ് ലേക്കർ ഫിർ ചെലുത്തേങ്ക എന്നാ പറയണ, അത് വീണ്ടും അത് അവിടുന്ന് ശ്വാസം എടുത്ത് വീണ്ടും നടന്നു പോകുന്നു. ഇന്നും പാത്തോക്ക കോയി വൈജ്ഞാനിക ആധാർ നെഹി, ഇങ്ങനെയൊക്കെ ചാവുന്നുള്ളതിന് ഇതിനൊന്നും ഒരു എന്താ വൈജ്ഞാനിക എന്താ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫും ഇല്ലാന്ന്. എന്തിന് ഈ പറയുന്ന ഒന്നും ഇങ്ങനെയൊക്കെ ചാവുന്നു എണീച്ച് കിടക്കുന്നു ഒന്നും അവനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനൊന്നും സമ്മതിക്കില്ല. കോക്രോച്ച് അതല്ലെന്നാണ് വീണ്ടും അവൻ സമർത്ഥിക്കുന്നത്. അപ്പം ഡോക്ടർ കൗശിക് തും ക്യോ നഹി മാനന ചാഹത്തെ കി മേരെ ഹാത്ത് വഹ് നുസ്ഖ ആ ഗയാ ഹൈ ജിസ്സെ മരാ ഹുവാ ജീവ് ജീയുടെ എന്താണ് നീ സമ്മതിക്കില്ല എന്ന് ചോദിക്കുക. ആരോട്? അവിനാശിനോട്. എന്താ ചോദിക്കുന്നത്? ഡോക്ടർ കൗശിക് എന്താ ചോദിക്കുന്നത്? തും ക്യോ നഹി മാനന ചാഹത്തെ, നീ എന്തുകൊണ്ടാ അത് സമ്മതിക്കാൻ, മാനന എന്താ സമ്മതിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? എന്ത് സമ്മതിക്കാൻ സാധിക്കാത്തത്? മേരെ ഹാത്ത് വഹ് നുസ്ഖ ആ ഗയാ, എന്റെ കയ്യിൽ ആ ചെറിയ എന്താ പറയാ, എന്റെ കയ്യിൽ നുസ്ഖ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു എന്താ പറയണ്ടതിന്, എന്റെ കയ്യിലുള്ള ആ ഒരു ഞൊടുക്ക് വിദ്യ എന്നൊക്കെ പറയില്ലേ, നുസ്ഖാന്ന് വെച്ചാല് എന്താ എന്റെ കയ്യിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വിദ്യ, അതാണ് പറയുന്നത്. നുറുക്ക് വിദ്യ നുറുക്ക് വിദ്യ എന്ന് പറയും നമ്മള്. അപ്പം ഹാത്ത് വഹ് നുസ്ഖ ആകെ, എനിക്ക് അത് സ്വന്തമായി നിനക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലേ? എന്താണ് സ്വന്തമായത്? ജിസ്സെ മരാഹുവാ ജീവ് ജീവുടെ വലതോ മരിച്ചുപോയ ചത്തുപോയ ജീവനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നിനക്ക് അത് സമ്മതിക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് ഡോക്ടർ കൗശിക് ഖുഷ് ഹോക്കർ കുർസി സെ ഉടുത്തെ ഹേ, എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തില് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അവിടെ ഇരുന്ന കസേരയിൽ നിന്നൊക്കെ എണീച്ച് എന്താ ചിരിക്കുകയാണ്. അപ്പം മേ ജിത്നാ ചാഹൂ, ഞാൻ നീ എത്ര ആഗ്രഹിച്ചാലും യഹ് സൊല്യൂഷൻ ബനാക്കർ നിർജീവ് പ്രാണിയോ കോ നയാ ജീവൻ ദേ സക്താ ഹൈ. എന്താണ് അപ്പൊ അതിനകത്ത് എന്താ ഉള്ളത്, ആ ഡിഷിൽ എന്താ ഉള്ളത്? എന്തോ ഒരു സൊല്യൂഷൻ ഉണ്ട്, എന്തോ പരീക്ഷ നിരീക്ഷണങ്ങളിൽ ഉണ്ടാക്കി എന്തോ ഒരു സൊല്യൂഷൻ മൊത്തത്തിലൊക്കെ എന്തോ ഒരു വെള്ളം പോലത്തെ എന്തോ ഒരു സാധനം, അതിനാണ് സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. സൊല്യൂഷൻ ബനാക്കർ, ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിർജീവ് വലതോ മരേഹുയെ മരിച്ചുപോയ പ്രാണിയാം, പ്രാണി എന്ന് വെച്ചാൽ പ്രാണി മാത്രമല്ല, പ്രാണിയിൽ എന്തുണ്ട്, എല്ലാ ജീവജാലങ്ങളും പശു പക്ഷി എല്ലാം ഉണ്ട്. പ്രാണി എന്ന് വെച്ചാൽ ജീവനുള്ള എല്ലാ ജീവജാലങ്ങളും, അതാണ് ഈ ജീവജാലങ്ങളെ മുഴുവനുമാണ് എന്ത് പറയുന്നത്, പ്രാണിയോ എന്ന് പറയുന്നത്. അപ്പം ഹിന്ദിയിൽ എല്ലാ, മലയാളത്തിലെ പ്രാണിയല്ല, ഹിന്ദിയിലെ പ്രാണി, വെറും പ്രാണി മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും. അപ്പം മരിച്ചുപോയ നിർജീവൻ എന്താ, ജീവനില്ലാത്ത എല്ലാ ജീവവസ്തുക്കളെയും എനിക്ക് എന്ത് ചെയ്യാം, നയാ ജീവൻ ദേ സക്താ ഹൂം, ഏതാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് പുതിയ ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് ആര് വീണ്ടും സന്തോഷത്തോടെ കസേരയിൽ നിന്ന് എണീച്ച് പറയുന്നത് ചിരിച്ചോണ്ട്? कौशिक डॉक्टर सिर्फ कौशिक नहीं है, डॉक्टर कौशिक और अविनाश तो है, अविनाश तो सहायक. അപ്പൊ അവിനാശ് സന്ദേഹസെ, എന്നിട്ട് അവിനാശിന് എന്താണ് സംശയം തീരുന്നില്ല. സന്ദേഹസെ पर कौन चाहेगा आपका यह നുസ്ഖ, ആർക്കാണ് ഇപ്പൊ താങ്കളുടെ ഈ ജനക വിദ്യ ആർക്കാണ് വേണ്ടത് ഇപ്പം? ഡോക്ടർ കൗശിക് തും പൂछते हो कौन, നീ ആരാ ചോദിക്കാൻ? എനിക്ക് ആർക്കാ ഇത്, നിന്റെ താങ്കളുടെ ഈ വിദ്യക്ക് ആർക്കാ വേണ്ടേന്ന് ചോദിച്ചാല് എന്താണ് തിരിച്ചെന്താ ചോദിക്കുന്നേ? നീ ആരാ ചോദിക്കാൻ? തും പൂछते है कौन, പൂछते हो कौन, നീ ആരാ ഇതൊക്കെ ചോദിക്കാനായിട്ട്? मैं कहता हूँ कौन नहीं चाहेगा अविनाश, ആർക്കാണ് വേണ്ടാത്തെ? ഞാൻ ചോദിക്കുന്നു ഇത് ആർക്കാണ് വേണ്ടാത്തെ? കാരണം നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് നമുക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോകുന്നത്?
അവരെ പുനർജീവിപ്പിക്കാൻ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? ജീവിപ്പിക്കാനല്ലേ ആഗ്രഹം? ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്നത്, ബാക്ക് ടു ലൈഫ് എന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട, ഓരോരുത്തർക്കും ഓരോരോ പ്രിയപ്പെട്ടവരായിരിക്കും മരിച്ചു പോകുന്നത്. അപ്പൊ മരിച്ച ഓരോ വസ്തുവിനെ, ഇപ്പം മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുള്ളത്. അപ്പം ഈ അവിനാശി ചോദിക്കുന്നത് താങ്കളുടെ ഈ വിദ്യയൊക്കെ ആർക്കാ വേണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നോട് ആരാ ചോദിച്ചേ എന്ന്, നിന്നോട് ആരാ ഇത് പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് കൗശിക് ചാടിയിട്ട് എന്താ പറയുന്നേ? ദേഷ്യപ്പെട്ട് മേ കഹതാ ഹൂം, ഞാനാ പറയുന്നത്. കോൺ നഹി ചാഹേഗ അവിനാശ്, ആർക്കാണ് വേണ്ടാത്തത് ഈ സൊല്യൂഷൻ ആർക്കാണ് വേണ്ടത്? ജിസ്കെ ഘർ കോയി മർ ജാതാ ഹൈ, ആരുടെയെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാല് വഹാം കേസെ ടൂട്ട് ജാത്തെ ഹെ ലോഗ്, എങ്ങനെയാ കരയില്ലേ? ടൂട്ടാന്ന് വെച്ചാല് മുറിഞ്ഞു പോവുകയാണോ? എന്താ പറയാ, സങ്കടം കൊണ്ട് പൊട്ടി കരയാന്ന് പറയില്ലേ? ക്രാക്ക് ആയിട്ട് ഇങ്ങനെ കരയണത്. വഹാം കേസെ ടൂട്ട് ജാത്തെ ഹെ ലോഗ്, അവിടെ എങ്ങനെയാണ് മനുഷ്യന്മാര് ടൂട്ട് ജാത്തെ ഹെ ലോഗ്, നെഞ്ച് പടഞ്ഞ് പൊട്ടി കരയുന്നത് കണ്ടിട്ടില്ലേ? ബിഗർ ജാത്താ ഹെ നീഡ് मैं पीड़ से कराहती मानवता के लिए नए जीवन का संदेश लाया हो. എന്താണ്? ഞാൻ മനുഷ്യന് വേണ്ടിയിട്ട് പുതിയ ജീവന്റെ തുടിപ്പാണ്, സന്ദേശം, അതാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മരിച്ചവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക. നടക്കൂ? അറിയില്ല, നോക്കാം അല്ലെ. അപ്പൊ അവിനാശ് വ്യംഗ്യസെ, വളരെ എന്താ പറയാ, വ്യംഗ്യം എന്ന് വെച്ചാൽ എന്താ, കളിയാക്കുന്ന രീതിയിൽ തന്നെ. ആപ്പ് മൃത്യുക്കോ ചുനൗതി ദേങ്കെ, താങ്കൾ ആരാണ് മരണത്തെ വെല്ലുവിളിക്കാനായിട്ട്? ചുനൗതി എന്താ? വെല്ലുവിളിക്കാൻ താങ്കൾ ആരാണ്? ജീവനോ മൃത്യുക്തോ ചിർ സത്യ, എന്താണ് ഈ മരിച്ചുപോയ ആളെ തിരിച്ചുകൊണ്ടിരുന്നൊക്കെ പറയാനായിട്ട് ഇങ്ങനെ മരണത്തെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ആരാണ്? എന്താ പറയുന്നത് അവിനാശ്? എന്താ പറയുന്നത്? ജീവൻ ഓർ മൃത്യുവും, ജീവിതവും പിന്നെന്താണ് മരണവും, അത് രണ്ടും മാറാത്ത ചീർന്ന ചെണ്ട, അത് ഉറപ്പായിട്ടുള്ള ചെറുന്ന ചെണ്ട, ഒരു മാറ്റവും ഇല്ലാത്തത്, ചെറുതായിട്ടുള്ള സത്യമാണ് എന്ന്. ഡോക്ടർ കൗശിക് ജീവൻ ഹെ ലേക്കിൻ മൃത്യു നഹി, യഹ് मैंने अपने इस കമ്പൗണ്ട് സെ സിദ്ധ് കർ ദിയ. എന്താണ്? ജീവൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ മരണം ഇതിന്റെ കൂടെ കൂട്ടാൻ പറ്റില്ല. എന്താണ് പറയുന്നത്? ഞാൻ എന്റെ സൊല്യൂഷൻ, ഞാൻ ഉണ്ടാക്കി വെച്ച ഈ കോമ്പൗണ്ട് ഈ സൊല്യൂഷൻ സെ മേ സിദ്ധ് കിയ, ഞാൻ സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സിദ്ധ് എന്ന് വെച്ചാൽ എന്താ? സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സ്ഥാപിച്ചത്? ഇവിടെ ജീവൻ എന്ന് പറയണത് ഓക്കെ എന്നെഴുതുന്നുണ്ട്, പക്ഷെ മരണം എന്ന് പറയണതിന് ഒരിതല്ല. എനിക്ക് മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കത് മാറ്റി കുറിക്കാൻ പറ്റുന്നതാണ്, അതിനൊരു സത്യമില്ല എന്ന്. पास ही अखबार पढ़ा है, डॉक्टर कौशिक उसे उठाकर पन्ने पलटते हैं और 14 पृष्ठ खोलकर अविनाश के आगे रख देते हैं. എന്താ പറയുന്നത്? അപ്പൊ എന്താണ്, അവിടെ മുമ്പിൽ ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ, അഖബാർ പോലെ ന്യൂസ് പേപ്പർ. അപ്പം അവിടെ അടുത്ത് തന്നെ എന്താണ് ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ട്. പിന്നെന്താണ് ഡോക്ടർ കൗശിക് അതിനെ എടുത്തു. പന്നെ പലയിടത്ത് ഇങ്ങനെ പേജ് മറിച്ചു. ഒരു 14 പൃഷ്ഠ, 14 എന്ന് വെച്ചാല് 14th പേജ് എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുന്ന, അവിനാശ് കെ ആകെ രഖ് ദേത്തെ ഹേ. എവിടെ നോക്കുന്നു? അവിനാശിന്റെ മുമ്പില്. ആര്? അത് ഡോക്ടർ കൗശിക്, മറ്റേത് അവിനാശ്. പാസ് ഹി അഖബാർ पढ़ा है, डॉक्टर कौशिक उसे उठाकर पन्ने पलटते हैं और 14 पृष्ठ खोलकर अविनाश के आगे रख देते हैं. എന്താ പറയുന്നത്? പാസ് അടുത്ത് തന്നെ എന്തുണ്ട്? പേപ്പർ, ഒരു പത്രം കിടക്കുന്നുണ്ട്. അഖബാർ ബോൾനെ ന്യൂസ് പേപ്പർ. ഡോക്ടർ കൗശിക് ഉസെ ഉടാക്കർ എന്ന ഡോക്ടർ കൗശിക് അത് എടുത്തു. ഏത് പത്രം നിവർത്തി പന്നെ പലയിടത്തെ എന്താ, പേപ്പറുകള്, ഇതളുകൾ മറിക്കുന്നതിനാണ് എന്താ പറയണത്? പന്നെ പലട്ന എന്ന് പറഞ്ഞാൽ പലയിടത്തെ ഹേ. ഒരു 14 പൃഷ്ഠ ഖോൽക്കർ എന്ന് വെച്ചാല് 4-ാമത്തെ അല്ലേ? 14
അല്ലേ? പേപ്പർ പൃഷ്ഠം എന്ന് വെച്ചാൽ 4ാമത്തെ ഭാഗം അല്ലെങ്കിൽ 4ാമത്തെ പേപ്പർ കഷ്ണം. ചൗദഹ് എന്ന് പറഞ്ഞാൽ 14ാമത്തെ പേപ്പർ എടുത്തിട്ട് 14ാമത്തെ 4 തന്നെ ചൗദഹ്. ചൗദ പൃഷ്ഠ കോലുക. ചൗദഹ് എന്ന് വെച്ചാൽ 14ാമത്തെ പേപ്പർ എടുത്തിട്ട് 14ാമത്തെ നമ്പറിലുള്ള പേപ്പർ എടുത്തിട്ട് അത് ആ പേപ്പർ വിടർത്തി എന്താ അവിനാശ് കെ ആകെ രഖ് ദേത്തെ ഹേ. അത് നിവർത്തി എടുത്തിട്ട് അവിനാശിന്റെ മുമ്പിൽ നിവർത്തി വയ്ക്കുന്നു. എന്തോ എന്നത്തെ അപ്പോൾ കാര്യമായിട്ട് വായിക്കാനായിട്ട് ഡോക്ടർ കൗശിക്കിന് സ്ഥാപിക്കാനുള്ള എന്തോ കാര്യം അല്ലേ? അപ്പം എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് ഡോക്ടർ? എന്നിട്ട് എന്തൊക്കെ ഡോക്ടർ കൗശിക്ക് വീണ്ടും പറയുകയാണ്, യഹ് ദേക്കോ റോസ് കിത്തിനെ ഹേ ജിനകെ ഘർ കോയി ന കോയി മർ ജാത്താ ഹേ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന മരണ വാർത്തകൾ എഴുതുന്ന പേപ്പറില്ലേ, ഇതാണ് 14ാമത്തെ പേപ്പറായിട്ട് വരുന്നത്. കുറെ മരിച്ചവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം യഹ് ദേക്കോ ഇത് നോക്കിക്കേ, റോസ് എല്ലാ ദിവസവും കിത്തിനെ ഹേ ജിനകെ ഘർ കോയി ന കോയി ആരുടെയൊക്കെയോ വീട്ടിൽ ആരൊക്കെയോ മരിക്കുന്നു. എത്രയോ പേരാണ് ഒരു ദിവസം മരിക്കുന്നത്. കോയി ബീമാരി സെ, കോയി ദുർഘടന സെ, കോയി യോം ഹി. എന്താ പറയുന്നത്? ചിലവർ അസുഖം വന്നിട്ട്, ചിലവർ ആക്സിഡന്റ് പറ്റിയിട്ട്, ചിലവരൊക്കെ എന്താണ് കൊയ് യോഹി അങ്ങനെ എങ്ങനെയൊക്കെയോ മരിക്കുന്നു. കിത്തനെ ലോഗോं को ये रोते बिलखते ചോട് ജാത്തെ ഹെ. എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ സങ്കടമാവും. മൃത്യു എന്ന് പറയുന്നത് എന്താണ്? ഒന്നില്ലെങ്കിൽ ഒന്ന് ഒരാൾക്ക് നോവ് നൽകുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്നു. ഇനിക്കെ ഘർവാലോं द्वारा दिए शोक समाचार पढ़ കലേജ മുഹ് കോ ആത്തെ ഹെ. കലേജ മുഹ് കോ ആത്താന്ന് ചെന്ന കലേജ എന്ന് ചെന്ന 3 വെച്ചാൽ വായില്. നമ്മുടെ സങ്കടം കൊണ്ട് നമ്മുടെ ഹൃദയം പൊട്ടി എങ്ങോട്ട് വരും? വായിലേക്ക് വരും. എന്ത് കേട്ടിട്ട്? എന്ത് വായിച്ചിട്ടാ? ഈ ശോകമായിട്ടുള്ള മരണ വാർത്തകൾ വായിച്ചിട്ട് ചില സമയങ്ങളിൽ നമുക്ക് സങ്കടം വന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും ഇങ്ങോട്ട് പോരുന്നു. അത് എത്രത്തോളം സങ്കട വാർത്തകളൊക്കെയാണ് മരണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മരിക്കും ഇല്ലേ? അതൊക്കെയല്ലേ ഒരുപാട് നോവുണ്ടാക്കുന്നത്. മേ ഇൻ സബ്കെ ദുഃഖ് ദൂർ കരൂങ്ക. അപ്പം നമ്മുടെ ഡോക്ടർ കൗശിക് എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്? ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, മരണത്തെ മറികടക്കാനായിട്ടുള്ള. അതിനകത്തങ്ങ് മുക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ജീവൻ വന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് സ്ഥാപിക്കാൻ പറയുകയാണ്. കണ്ടോ അവരുടെയൊക്കെ ദുഃഖങ്ങൾ കണ്ടോ? ആ ദുഃഖങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സൊല്യൂഷൻ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് സബ്ക്കെ ദുഃഖ് ദൂർ കരേഗ. എല്ലാവരുടെയും സങ്കടങ്ങൾ ഞാൻ മാറ്റും. നല്ല ചിന്തയൊക്കെയാണ്, പക്ഷെ നടക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കാം. നടക്കുമോ? അവിനാശ് के चेहरे पर मंद व्यंग्यपूर्ण मुस्कान है. डॉक्टर कौशिक अपनी बात खत्म कर मुड़ते हैं तो वह उनकी पीठ पीछे कंधे उचका देता है. बोलते क्या है? ആർക്കറിയാതെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തോളിങ്ങനെ ഇതാക്കൂലേ, അതിനാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു, ശരിയാണ് ഡോക്ടർ കൗശിക് പറഞ്ഞു. പക്ഷെ അവിനാശ് എന്താ? ചെഹരെ പർ മന്ത്, ചെറിയൊരു വ്യംഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ചിരിയും വെച്ചിട്ട് എന്നിട്ട് കൗശിക് തിരിയുമ്പോഴത്തേക്കും എന്താ പറയുക, എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഈ തോളുകൾ ഇങ്ങനെ കാണിക്കില്ലേ പൊക്കിയിട്ട്, അറിയില്ല എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ കാണിക്കുക. അഗ്ലാദിൻ നെക്സ്റ്റ് ഡേ ആയി. ഗണ്ടി സുബഹ് കെ 9 ബജ രഹി ദിൻ. എത്രയാ? 9 മണി. ഇതൊക്കെ പറയണത് എന്താണ്? 9 ബജെ ഹോഗെ, സുബഹ് 9 ബജെ ഹോഗെ. 9 മണിയായി രാവിലെ. ഡോക്ടർ കൗശിക് കെ ഹാത്ത് മേ അഖ്ബാർ ഹെ. എന്തുണ്ട്? ഡോക്ടർ കൗശിക്കിന്റെ കയ്യിൽ വീണ്ടും എന്തുണ്ട്? ന്യൂസ് പേപ്പർ ഉണ്ട്. 14 പൃഷ്ഠ പർ കൈ ജഗഹ് കെ നിശാൻ ലഗാത്തെ ഹെ. എന്താണ് 14 പൃഷ്ഠ? മറ്റേ 14ാമത്തെ പേജ് എന്ന് വെച്ചാൽ മരണ വാർത്തകൾ വരുന്ന ആ പേജ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. കൈ ജഗഹ് നിശാൻ ലഗാത്തെ ഹെ. പല പല മരണ വാർത്തകളാണല്ലോ, അപ്പൊ ഇന്നയാൾ മരിച്ചതിന്റെ കീഴിലും മറ്റും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇൻ ജഗഹോം പർ കോയി ന കോയി മർ ഗയാ ഹെ. എന്താണ്? ആ സ്ഥലങ്ങളിലൊക്കെ ആരൊക്കെയൊക്കെയോ മരിച്ചിട്ടുണ്ട്.
जिसके परिवार ने अखबार में शोक समाचार प्रकाशित किया है. എന്താണ് അവരുടെ ബന്ധുക്കളാണ് എന്ത് ചെയ്തേക്കുന്നത്, ശോക സമാചാര ദുഃഖപൂർണമായിട്ടുള്ള വാർത്തകളൊക്കെ ഇട്ടേക്കുന്നത് അവരുടെ ബന്ധുക്കളാണ്. മരിച്ച ആൾക്ക് നേരിട്ട് പോയിടാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും, ബന്ധുക്കളാണല്ലോ അത് മരിച്ചു കഴിയുമ്പോൾ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നത്. ഡോക്ടർ കൗശിക് ദവാओं का ब्रीफकेस स्कूटर में रखते हैं. इस बीच अविनाश भी आ जाता है. അപ്പം ആ മരിച്ചവരുടെ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടർ കൗശികിന്റെ ഉദ്ദേശം. മരണത്തിൽ നിന്ന് ഇനി ആൾക്കാരെ രക്ഷിക്കണമല്ലോ, എക്സ്പെരിമെന്റ്. അപ്പം നമ്മുടെ മരുന്നിന്റെ ബ്രീഫ് കേസ് എടുത്തിട്ട്, ബ്രീഫ് കേസ് ചെന്ന പെട്ടി, സ്കൂട്ടർ എന്താ എടുത്ത് സ്കൂട്ടറിൽ വെക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആര് വന്നു, അവിടെ അവിനാശ് എത്തിയിരിക്കുന്നു. ഡോക്ടർ കൗശിക് തോച്ചല്ലേ എന്താ പറയണ, സഹായി ആണല്ലോ. അപ്പോൾ ഡോക്ടർ കൗശിക് ചോദിക്കുന്നു, അങ്കിൽ പോകാം. അവിനാശ് ബുജേ സ്വരമേ ചെലിയെ ലേക്കിൻ, എന്താണ് പോവാം. ബുജേ സ്വരം വളരെ തളർന്ന സ്വരത്തിൽ. അതെ, എന്താണ് അവിനാശിന് ഇതുവരെയായിട്ടും അതിനെ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് അതിപ്പോൾ പരീക്ഷിക്കാൻ ചെല്ലുകയാണ്. എന്താണ് അവിനാശ് പറയുക വളരെ താഴ്ന്ന സ്വരത്തിൽ, എന്താ പറയുന്നത്, ബുജേ സ്വരമേ ചെലിയെ ലേക്കിൻ. എന്നിട്ട് അവിടെ ബാക്കി എന്താണ്, ലേക്കിൻ പക്ഷേ, പോകാം, പോവാം പക്ഷേ, പക്ഷേ എന്താന്ന് അറിയാം. डॉक्टर कौशिक आज सुहानी सुबह है और हम एक महान काम पर निकल रहे हैं. എന്താണ് ആജ് സുഹാനി സുബഹ് വെച്ചാൽ വളരെ നല്ല ഒരു മോർണിംഗ് ആണ്. സുഹാനി വെച്ചാൽ വളരെ എന്തോ കമൻ കോയറ്റ് സുന്ദരമായിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. और हम एक महान काम पर निकल रहे हैं. എന്താണ് ഞാനൊരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങുകയാണ്. അവിനാശ് अपना यह लेकिन वेकिन यही घर में छोड़ लो, ചോട് ചെലോ എന്ന് വെച്ചാൽ എന്താ, പക്ഷേ അവിനാശേ നിന്റെ ലേക്കിൻ വേക്കിൻ, നിന്റെ ഈ പക്ഷേ എന്നൊക്കെയുള്ള വേടുണ്ടല്ലോ, അതൊക്കെ നീ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പൊക്കോളണം, ഈ വീട്ടിൽ നീ ഉപേക്ഷിച്ചിട്ട് പൊക്കോളണം. ദോനോ സ്കൂട്ടർ पर जाते हैं. രണ്ടുപേരും കൂടെ എവിടെ പോകുന്നു, സ്കൂട്ടറിൽ കയറി പോകുന്നു. दो चार मोंड घूमने के बाद वे जिस कॉलोनी में आते हैं उसके साइन बोर्ड पर लिखा है ഭാവനാനഗർ. അങ്ങനെ അവർ യാത്ര തിരിക്കുന്നു. അവരുടെ സ്കൂൾ ബ്രീഫ് കേസ്, മരുന്നിൻ്റെ ദേവയുടെ ബ്രീഫ് കേസും ഒക്കെ എടുത്തിട്ട് वो निकलते हैं ना, किधर निकलते हैं वो, कोई तो भावनागर में निकल के, कोई क्यों उधर भी कोई भावनानगर, उधर भी कोई मरा है, इसलिए तो उधर पहुंचाया ना उसका ब्रीफ केस का, दवा का ब्रीफ केस लेके. അപ്പം അതാണ് कॉलोनी में आते हैं उसके साइन बोर्ड पर लिखा है भावना नगर. एक लंबी सड़क के अंतिम छोर पर वे एक ऐसे मकान पर रुकते हैं. അങ്ങനെ ഒരു ലംബി സടക്ക് അന്തിം ചോർ, നമ്മൾ നല്ല നീളമുള്ളൊരു സ്ട്രെയിറ്റ് വഴിയുടെ അങ്ങ് അന്തിം ചോർ പോലത്തോ അങ്ങ് അറ്റത്തായിട്ട് എന്താണ് വേ ഏക് ഏസേ മക്കാൻ പർ റുക്തേ ഹൈ, അവർ പോയി നിൽക്കണത് എവിടെയാ, ഇങ്ങനെ ഒരു എങ്ങനെയാന്ന് പറയും എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. ജഹാം കാഫി ഭീഡ് ലഗി ഹേ, എന്താണ് അവിടെ എന്തുണ്ട്, നല്ല തിരക്കുണ്ട്. സബീക്കെ ചെഹരെ ഷോഗുമഗ്ന ഹേ, എന്നുവെച്ചാൽ എല്ലാവരും ആ റോഡിന്റെ എൻഡിലായിട്ടുള്ളത്. എന്നാണ് സടക്കിക്ക് അന്തിം ചോറ്, വീട് अंतिम चोर पर एक मकान पर, मकान बोलते घर, मकान बोलने से बिल्डिंग बोलता है, घर बोलने से हाउस समझने का, लेकिन इधर क्या सभी मकान ही बोल रहा है, बिल्डिंग ही बोल रहा है. बिल्डिंग मकान पर रुकते हैं, लेकिन इधर क्या है, घर ही है मकान. अब മക്കാൻ പർ റുക്തേ ഹേ ജഹാം കാഫി ഭീഡ് ലഗി ഹേ, എന്താണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. സബീക്കെ ചെഹരെ ഷോഗുമഗ്ന ഹേ, എല്ലാവരും വളരെ സങ്കടത്തിലാണ്. മരണവീർത്തി ചെന്നാൽ പിന്നെ നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കോ, മരണവീടാണ് ക്ലിയർലി അല്ലേ.
लोग मृतक के गुणों का बगान करते हुए उसकी मृत्यु पर अफसोस प्रकट कर रहे हैं. എന്താണ്, എത്ര കൊള്ളില്ലാത്തവനാണെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും മിക്കവാറും ഉള്ളവർ എന്താണ് നല്ലത് പറയാനായിട്ട്. അങ്ങനെ മരിച്ച ഒരാളെ വീണ്ടും നമ്മൾ ആരും ഒരിക്കലും കുറ്റം പറയത്തില്ല. അപ്പം മാക്സിമം കുറ്റം പറയാറില്ല. അതാണത്. ലോകം മൃതക മരിച്ച ആളുടെ ഗുണഗണങ്ങൾ നല്ല നല്ല മൃതദേഹം മൃതകൊക്കെ മൃതകെന്ന് ചെന്നാ മൃതകെന്ന് വെച്ചാൽ മരിച്ച ആളുടെ മൃതക്കെന്ന് പറഞ്ഞാൽ മൃതദേഹം അല്ല. മൃതകെന്ന് വെച്ചാൽ മരിച്ച ആള്. मरे हुए आदमी को मृतक बोलते हैं. लोग मृतक के गुणों का बगान നല്ല നല്ല കീർത്തികൾ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉസ്കി മൃത്യു പർ അവരുടെ മരണത്തിൽ, മരിച്ച ആളുടെ മരണത്തിൽ എന്ത് ചെയ്യണം, അഫ്സോസ് വെച്ചാൽ വളരെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെയാണല്ലോ സാധാരണ രീതി നമുക്ക് കാണുന്നത്. പെഹല ബേട്ട അങ്ങനെ. അപ്പോഴത്തേക്ക് എന്താ, ഈ മരിച്ച ആളുടെ പെഹല ബേട്ട എന്ന് വെച്ചാൽ ഫസ്റ്റ് മോൻ, മൂത്ത മോനായിരിക്കാം. हाय जब तक पिताजी दे मुझे घर की कोई फिक्र नहीं दी. महीने में 20-20 दिन में दौरे पर रहता था उन्हीं के ഭരോസെ. എന്താ പറയുന്നേ, മൂത്ത മോൻ പെഹല ബേടച്ച ഫസ്റ്റ് മോൻ എന്താ അവിടെ കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഹായ് ജബത്തക്ക, അയ്യോ അച്ഛനുണ്ടായിരുന്ന അത്ര നാള് പിതാജി ദേ. അപ്പൊ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. മുജെ ഗർക്കി കൊയ് ഫിക്ർ നിധി കൈക, വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യം വരാറില്ല. മഹീനയിൽ ആകുഴത്തെ ദിവസം ഉണ്ട് 30 ദിന്, അതിലും 20 ദിവസം 20 ദിന് 20 ദിന് വെച്ചാൽ 20 ദിവസത്തോളം ഞാൻ എന്താണ് ദൗരെ per റഹ്താത, ഞാനിങ്ങനെ ജോലിയായിട്ട് സംബന്ധം വേണോ അറിയില്ല, ഞാനിങ്ങനെ കറങ്ങി നടക്കുവാണ് ചെയ്യാറുള്ളത്. ദൗരെന്ന് ചെന്ന ചുറ്റുക എന്നുള്ള, ചിലപ്പോൾ ജോലിക്കായിട്ടായിരിക്കാം, വെറുതെ ട്രാവലിംഗ് ആണ്. ഞാൻ ഈ 20 ദിവസത്തോളം എന്താണ് മാസത്തിൽ 20 ദിവസം എൻ്റെ എന്താണ് ട്രാവലിങ്ങിൽ തന്നെയായിരിക്കും എൻ്റെ ഉന്നീക്ക് ഭരോസ. പക്ഷെ ഞാനത് ചെയ്തിരുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലാണ് ഞാനത് ചെയ്തിരുന്നത്. ദൂസര ബേട്ട, അപ്പം ദൂസര ബേട്ട വന്ന് ദൂസര ബേട്ട എന്താ പറയുന്നത്, പിതാജി തോ മഹാപുരുഷദേ. എന്താ പറയുന്നത്, പിതാജി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. മേ ഇത്നാ ബഡാ ഹോ ഗയാ ഫിർ ഭി മുझे ബച്ചാ മാനത്തെ. അപ്പൊ സെക്കൻഡ് കുട്ടി എന്താ പറയുന്നത്, അച്ഛൻ ഇത്ര മഹാനായ ആളായിരുന്നു. എന്താണ്, ഞാൻ വലുതായതിനു ശേഷം ബഡാ ഹോ ഗയാ, ഞാൻ വലുതായതിനു ശേഷം എന്താണ് എന്നെ ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് അച്ഛൻ കണ്ടിരുന്നത്. അഭി പിछले साल यह घड़ी उन्होंने मेरी सालगिरह पर दी थी. എന്നുവെച്ചാൽ എന്താ, സാൽഗിര ഇത് ആനിവേഴ്സറി. അബി പിछले साल, ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം എന്താണ് ഈ വാച്ച് അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ഗിഫ്റ്റ് ചെയ്തത്, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതെന്ന്. അപ്പം ഒരു ബഹു സാൽഗിര ആനിവേഴ്സറി എന്നാണല്ലേ അത്, ആക്ച്വലി സാൽഗിര എന്ന് പറഞ്ഞാൽ ആനിവേഴ്സറി ആണോ അതോ മാരേജിന്റെ ആനിവേഴ്സറി ആണോ, നമുക്ക് നോക്കാം. ഹായ് മേനെ ഉന്നെ പിതാജി സെ ബഡ്കർ സമച്ച, അതാണ്. അപ്പം ബഹു എന്ന് വെച്ചാൽ എന്താ, മരുമോളാണല്ലേ. മരുമോൾ എന്താ പറയുന്നത്, അയ്യോ ഞാൻ എൻ്റെ അച്ഛനേക്കാളും കൂടുതൽ അച്ഛനെയാണ്, ഈ അച്ഛനെയാണ് എൻ്റെ അച്ഛനായിട്ട്. പിതാജി സെ ബഡ്കർ സമച്ച, പിതാജിനേക്കാളും ഊപ്പറിൽ ഞാൻ ആരെയാണ്, അദ്ദേഹത്തെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നത്. മേ തോ ഉന്നെ നാസ്തേ മേ 2 അണ്ടേ ദേത്തി തി. ഞാൻ എന്താ എങ്ങനെയാ പറയുന്നത്, ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കൊടുക്കും, 2 മുട്ടയാണ് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ബഹു. അപ്പൊ പെഹല ബേട്ട എന്താ പറയുന്നത്, ഞാൻ ഈ വീട്ടില് 20-20 दिन नहीं रहते थे फिर भी उनके भरोसे मुझे अपने काम को जाने घूमने का दौरे तो चलो दूसरे काम पर जाने को होता था. दूसरा बेटा क्या बोल रहा है, पहले नहीं, मुझे तो अभी भी बच्चा जैसा मानते हैं मेरे पापा, नहीं मेरा पिताजी.
फिर अभी तो पिछले एनिवर्सरी में ही जब सालगिरह में ही मुझे ये घड़ी दी है എന്നൊക്കെ പറയാ. അപ്പം എന്നിട്ട് അപ്പൊ पहला ബഹു പറയണത് അയ്യോ എന്നെ मेरे पिताजी से बढ़कर मैं उनको मानते थे. എൻ്റെ അച്ഛനേക്കാളും ഉപരി ഞാൻ അദ്ദേഹത്തെയാണ് ഞാൻ अंगीകരിച്ചിരുന്നത്. मैं तो उन्हें नाश्ते में 2 अंडे देती थी. 2 നാസ്തയിലെ ഭക്ഷണത്തിന് ഈ പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, മിക്കവാറും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാക്സിമം സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എന്താ പറയണത്, ഞാൻ ഭക്ഷണം നാസ്ത കൊടുക്കുമ്പോഴത്തേക്കും രണ്ട് അണ്ടയാണ് മുട്ടയാണ് അദ്ദേഹത്തിന് കൊടുക്കാറുള്ളത്. അപ്പം ദൂസരി ബഹു ഹായ് വേ മനുഷ്യ നഹി ദേവത അതെ. അപ്പം എന്താണ് ഒന്നും കൂടെ ഉപരി, അതിലുപരി എന്താ പറയുന്നത്, അപ്പം പിതാജിക്ക് ഊപ്പർ മാൻതിന്നും പഹലി ബഹു പറയുമ്പം ദൂസരി ബഹു എന്ത് പറയുന്നു, ഹായ് വേ മനുഷ്യ നഹി ദേവത അതെ. എന്താണ്, അയ്യോ മനുഷ്യൻ പോലും അല്ല, അദ്ദേഹം എന്തായിരുന്നു, ഭഗവാനായിരുന്നു, ദേവതയായിരുന്നു എന്ന് പറയുക. ഉനിക്ക് പിന്നെ ഹം കേസ് ചെയ്യെങ്കിൽ അയ്യോ അച്ഛനില്ല ഞാനെങ്ങനെ ജീവിക്കേന്ന് പറഞ്ഞ് കിടന്ന് കരയത്തില്ലേ, അതേപോലെ കിടന്ന് കരയുകയാണ്. അപ്പം ഡോക്ടർ കൗശിക് മൃദു കെ ബേട്ടോ को एक तरफ ले जाकर बड़ी उमंग से अपनी गोज के बारे में बताते हैं. എന്താണ് പറയണത്, അങ്ങനെ ഡോക്ടർ കൗശിക് മരിച്ചു കിടക്കുന്ന ആളുടെ 2 മക്കളെയും ഒരു മൂലയ്ക്ക് ഏക്ക് തരഫ് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് തൻ്റെ ഉമങ്ക് വളരെ ഹോപ്പോടുകൂടി എന്ത് പറയുന്നു, അപ്പിനി ഗോജ് താൻ കണ്ടുപിടിച്ച ആ മരുന്നിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. അപ്പൊ ഡോക്ടർ കൗശിക് എന്താ പറയണെന്ന് നോക്കാം. യക്കീൻ മാനിയെ मैंने ऐसा फॉर्मूला ढूंढ निकाला है कि मैं आपके पूज्य पिताजी को जीवित कर सकता हूँ. പൂജ് എന്ന് വെച്ചാല് ബഹുമാനത്തോടു കൂടി പറയുന്നതാണ്. എന്നുവെച്ചാല് എന്താണ് പറയുന്നത്, യക്കീൻ മാനിയെ സത്യമായിട്ടും ഞാൻ ഇങ്ങനൊരു ഫോർമുല ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കെ ബഹുമാനം വെച്ചാൽ വളരെ ആദരവോട് കൂടി പറയാണ്. പൂജ്യ പിതാജി വെച്ചാൽ അച്ഛനെ, താങ്കളുടെ അച്ഛനെ എന്തൊക്കെ ചെയ്യാം, ജീവിത കർ സക്താ ഹെ, എനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നു. ധോനോ ബേട്ടെ ഏക് ഹക്ക ബക്ക अंदाज में एक दूसरे को ताकते गड़े हो जाते हैं. ചിലതാ രണ്ട് മക്കളും തമ്മിൽ ഹക്ക ബക്ക വായി പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള പറയാ എന്ന് പറഞ്ഞിട്ട് എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ ഹക്ക ബക്ക അന്താസ് बोलने से क्या है, ആ ഒരു രീതി വായി പൊളിച്ചത്, ആ രീതിയിൽ രണ്ടുപേരും ഏക് ദൂസരേക്കോ തമ്മി നോക്കി താക്തൻ ചെല്ല തമ്മി നോക്കിക്കൊണ്ട് അവിടെ നിന്നു. कभी वे डॉक्टर कौशिक को देखते हैं, कभी एक दूसरे को. ചിലപ്പം ഡോക്ടർ കൗശിക്കിനെ നോക്കും, ചിലപ്പം തമ്മി നോക്കും. തബി ഉനക്കി പത്നിയാം ബി ആ ജാത്തി ഹേ. ഇത് കണ്ടോണ്ട് എന്ത് ചെയ്യണു, അവരുടെ ഭാര്യമാരും അങ്ങോട്ട് എത്തുന്നു. ദോനോ പത്നിയോം ഏക് സാത്ത്, 2 ഭാര്യമാരും ഒന്നിച്ചു പറഞ്ഞു. ക്യോം ജി ऐसे क्यों ഗഡേ ഹോ സാരാ കാം പടാ ഹേ. എന്താണ് ഇതെന്താ ഇങ്ങനെ നിൽക്കണത്, ഇവിടെ മുഴുവനും ജോലികളാണ് കിടക്കുന്നത്. ദോനോ ബേട്ടെ ഈ കഹത്തെ ഹേ. അപ്പൊ 2 പേരും കൂടെ ഒന്നിച്ച് പറയാ, ദേ ഇയാള് പറയണത് പത്നിയാം ശങ്കിത് ക്യാ കഹത്തെ ഹേ, എന്താ പറയുന്നേ എന്ന് എന്നിട്ട് വളരെ സംശയത്തോട് ചോദിക്കുന്നു. ശങ്കിത് ചെന്ന സംശയത്തോടെ ക്യാ കഹത്തെ ഹേ, എന്താ പറയുന്നേ. डॉक्टर कौशिक मुझसे आप लोगों का दुख देखा नहीं जा रहा है. आज सुबह ही अखबार में मैंने यह शोक समाचार पढ़ा जो आपने दिया था. എന്താ പറയുന്നത്, എനിക്ക് മുജ്സെ ആപ് ലോഗോ കാ ദുഃഖ് ദേഖ് നഹി ജാ രഹാ, താങ്കളുടെ ഈ ദുഃഖം, നിങ്ങളുടെ ഈ ദുഃഖം എനിക്ക് നോക്കി നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആജ് സുബഹി, ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പേപ്പറിൽ അഖ്ബാർ മേ മേനെ ഷോക് സമാചാർ പടാ എന്നാണ്, ഈ രാവിലെയാണ് എന്ത് വായിക്കുന്ന പേപ്പറിൽ ഈ വളരെ ദുഃഖകരമായിട്ടുള്ള സങ്കടകരമായ വാർത്ത ഞാൻ വായിക്കുന്നത്. ജോ ആപ്നെ ദിയാദ, നിങ്ങൾ കൊടുത്തിരുന്നതല്ലേ. ഹാൽ ഹി മേനെ ഏക് ഫോർമുല ഢൂണ്ട് നിക്കാല. ഹാൽ ഹി എന്ന് വെച്ചാൽ എന്താ, ഈ അടുത്ത് ഇപ്പം തന്നെ ഞാനിങ്ങനെ ഒരു ഫോർമുല വെച്ചാൽ, ഈ ഫോർമുലാസ് എന്താണ്, കെമിസ്ട്രികൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ, വൈജ്ഞാനിക്. അപ്പം എന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ഫോർമുല ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഈ ഫോർമുല ഞാൻ കുറച്ച് ഇപ്പം ഈ ഹാൽഹിന്ന് ചെന്നാ ഈ അടുത്താണ് ഞാനിത് കണ്ടുപിടിച്ചത്.
ജിസ്സെ പിതാജി കോ നയി ജിന്ദഗി മിൽ സക്തി ഹെ. എന്താണ് അത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിതാജിക്ക് ഒരു പുതിയ ജീവിതം കിട്ടിയേക്കാം എന്ന് പറയുന്നു. ഏക പത്നി നാ ബാബ ജാനെ ക്യാ കീമത്ത് മാങ് ബൈട്ടെ ആപ്പ്. അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ എന്താ ജാനെ ക്യാ കീമത്ത് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയോ? ഡോക്ടർ കൗശി ഇസ്കെ ബദലെ മേ ആപ്സെ കൗഡി ബി നാ ലൂങ്കി. നിങ്ങൾ എന്താണ് ഇത് ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. അപ്പൊ തിരിച്ച് കൗശിക്ക് പറയുക, ഇസ്കെ ബദലെ ഞാൻ നിങ്ങളുടെ അച്ഛനെ ജീവിപ്പിക്കണേന് എന്ത് വേണ്ട, ആപ്സെ കൗഡി ബി നാ, എനിക്കൊരു തൊട്ട് പൈസ പോലും എനിക്ക് തരണ്ട. ഇസിക്ക് കാമിയാബി ഹി ഇസിക്ക് കീമത്ത്. എന്താണ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിന്റെ കീമത്ത് ചെന്ന അതിന്റെ വില. പഹ്ലാ ബേട്ട കുച്ച് ദബേ സ്വരമേ അപ്പിനെ ബായി സേവ. ഇങ്ങനെ ഒളിച്ചു പറയത്തില്ലേ, ഇങ്ങനെ ബാക്കിയുള്ളവർ കേൾക്കാൻ പറ്റാത്ത ഭാഗത്തിന് ദബേന്ന് വെച്ചാൽ ഒരു ഒതുങ്ങിയ സ്വരത്തില് ആരോട് പറയുന്നു, അപ്പിനെ ചോട്ടെ ബായി, തന്റെ ചോട്ടെ ബായിയോട് എന്താ പറയുന്നേ, പിതാജി കാ വസീയത്നാമാ ദേഖ് ലിയാ കോയി കസർ തോ നഹി ഹെ ഉസ്മേ. എന്താണ് വസീയത്നാമ ചെന്ന വിൽപത്രം. വിൽപത്രം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് എഴുതി വെക്കണം, ഇന്ന ആർക്ക് ഇന്നതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ എന്നുവെച്ചാൽ മരണം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ എന്താ വേണ്ട, അവരുടെ സ്വത്താണ് വേണ്ടത് അച്ഛൻ്റെ. അപ്പം സാധാരണ കുട്ടികൾക്ക്. അപ്പൊ പിതാജി കാ വസീയത്ത് നാമ ദേശിലെ വിൽപത്രം കണ്ടിരുന്നോ, ദേഖിലിയ കോയി കസർ തോ നഹി ഹെ ഉസ്മേ. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അതിനകത്ത് ഇല്ല എന്നല്ലേ, അങ്ങനല്ലേ പറയുന്നേ, കോയി കസർ തോ നഹി ഹെ ഉസ്മേ. അപ്പൊ ദൂസരാ ബേട്ട സന്തുഷ്ട ആവാസ്, വളരെ സമാധാനമാണ് അവനെന്താണ്, വളരെ ശാന്തമായ സ്വരത്തിൽ എന്താ പറഞ്ഞു, വഹ് മേനെ പഹലെ ഹി ദേഖ് ലിയ വസിയത്ത് നാമ ദുരുസ്ത് ഹെ. എന്താണ്, ഞാനത് നേരത്തെ കണ്ടിരുന്നു. ദുരുസ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെയാണ്. ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ അതെങ്കിലും എഴുതി തരാൻ വേണ്ടിയിട്ട് പിതാജി എണീച്ച് വന്നോന്നായിരിക്കും ചോദിക്കുന്നത് ഈ മരുന്ന് കഴിച്ചിട്ട്. അപ്പം വഹ് മേനെ പഹലെ ഞാനത് നേരത്തെ കണ്ടതാണ്. വസീദനാമ ദുരൂസ്ത് എന്ന് വെച്ചാൽ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ആണെന്നാണോ നമുക്ക് നോക്കാം കേട്ടോ. പെഹല ബേട്ട ലേൻ ദേൻ നിപ്റ്റാ ഗയാ ഹെ. എന്താണ്, ഇപ്പൊ ഓക്കെ ആണെന്നായിരിക്കും. കാരണം എന്താ പറയുന്നത്, അപ്പം പെഹലാ ബേട്ട വീണ്ടും ചോദിക്കുന്നു, ലേൻ ദേൻ നിപ്റ്റാ ഗയാ ഹെ. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതും തരാനുള്ളതൊക്കെ എന്താണ്, കണക്ക് നിപ്റ്റാന്ന് വെച്ചാൽ കണക്കൊക്കെ തീർത്തച്ചിക്കും അല്ലേ. ദൂസരാ ബേട്ട തസല്ലീസെ, വളരെ റാംസെ സബ് നിപ്റ്റാ ഗയാ ഹെ. എന്താണ്, എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പെഹലാ ബേട്ട ഫിർ ക്യാ, പിന്നെന്താ. तो दोनों लड़के डॉक्टर कौशिक की तरफ मुखातिब होते हैं. उनकी पत्नियां उग्र विरोध से डॉक्टर कौशिक को देख रही है. രണ്ടുപേരും കൂടെ ഡോക്ടർ കൗശിക്, രണ്ടും ആൺകുട്ടികളും കൂടെ എന്താണ് കൗശികിന്റെ നേരെ തിരിയുന്നു. വളരെ വിദ്രോഹത്തോടെ, വേണ്ട എതിർപ്പോടുകൂടി അവരുടെ രണ്ട് ഭാര്യമാരും ഇങ്ങനെ ഡോക്ടർ കൗശികിനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. ഇതാണ് അവിടുത്തെ സീന്. पहला बेटा ऐसा है डॉक्टर, आपकी बात मानकर हमें बड़ा हर्ष होता, लेकिन आप जानते हैं बड़ा नाजुक मामला है. दोनों छोटे भाई विदेश में हैं, उन्हें केबल किया हुआ है. वे आकर कितना बिगड़ेंगे, उनके हजारों डॉलर मिट्टी में मिल जाएंगे. എന്താ പറയുന്നത്, ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, ऐसे है डॉक्टर, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ആപ്കി ബാത്ത് മാൻകർ ഹമേ ബഡാ ഹർഷ് ഹോത്ത. എന്താണ് അദ്ദേഹം എന്താ പറഞ്ഞ, ഡോക്ടർ കൗശിക് എന്താ പറഞ്ഞ, താങ്കളുടെ അച്ഛനെ ഞാൻ ജീവിപ്പിച്ചു തരാമെന്നാ പറഞ്ഞ. അപ്പൊ അത് താങ്കളുടെ ബാത്ത് എന്ന് ചെന്ന ബാത്ത് താങ്കൾ കേട്ടിട്ട് മാൻകർ ഹമേ ബഡാ ഹർഷ്, വളരെ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ലേക്കിൻ പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം, ആപ്പ് ജാനത്തെ ഹേ, താങ്കൾക്കറിയാമോ എന്താണ്, ബഡാ നാസിക് മാമല ഹേ. നാസിക് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ. ദോനോം ബേട്ടെ ബായി, എന്താണ് ദോനോം ചോട്ടെ ബായി, ബേട്ടയുടെ ചോട്ടെ ബായി വെച്ചാൽ രണ്ട് ചെറിയ മക്കള്,
ഭായി എന്ന് വെച്ചാൽ ആൺകുട്ടികളായിരിക്കും. അപ്പോൾ അതും അല്ലേ, രണ്ട് ചോട്ടെ ഭായിയാം എവിടെയാണ് സഹോദരങ്ങൾ? യങ്ങർ പ്രദേശ് എവിടെയാണ്? വിദേശ് മേ ഹേ, വിദേശത്താണ്. ഉന്നെ കേബിൾ കമ്പി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, മറ്റേ ടെലഗ്രാം. അവർക്ക് ടെലഗ്രാം അയച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മരണത്തിനൊക്കെയാണ് ടെലഗ്രാം പണ്ട് അയക്കുന്നത്, വേഗം അറിയിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ എന്ത് അറിയിച്ചിട്ടുണ്ട്? ടെലഗ്രാമൊക്കെ അയച്ചിട്ടുണ്ട്. വാഹബേ ആക്കർ കിത്തന ബിഗിടെങ്കെ, എന്തോ അവരിനിയിപ്പോൾ ഈ അച്ഛൻ്റെ മരണം കൂടാൻ വേണ്ടി വരണതാ. അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നത് അങ്ങനെയാണെങ്കിൽ അവരെന്തിനാ വന്നത്? അച്ഛൻ്റെ മരണം കൂടാൻ വേണ്ടിയിട്ടാണ്. കിത്തന, അപ്പം അവർക്ക് എത്രത്തോളം ബിഗിടേക്കാന്ന് വെച്ചാൽ നഷ്ടം ഉണ്ടാകും. മരണം കൂടാൻ വന്നതല്ലേ, ജീവിതം കാണാൻ വന്നതല്ലല്ലോ. അപ്പം വന്നിട്ടില്ല അവർ. അപ്പം എന്താ, അവർ അച്ഛൻ്റെ മരണം കൂടാൻ വന്നതാണ്. പിന്നെ അവിടെ ജീവിപ്പിച്ചാലേ അവർക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടാകും. ആക്കർ കിത്തന ബിഗിടെങ്കെ ഉനക്ക് $1000 മിട്ടി മേ മിൽ ജായെങ്കെ. എന്താണ്, അവരെ അച്ഛൻ്റെ മരണം കൂടാൻ വന്നതാണ്. അല്ലാതെ അപ്പം അവിടെ ജീവിച്ചിരുന്നാൽ എന്ത് പറ്റും? അവരുടെ ആയിരക്കണക്കിന് ഡോളറുകളാണ് അവർക്ക് നഷ്ടം ഉണ്ടാണ്. വേഗം ടിക്കറ്റൊക്കെ എടുത്ത് വരുമല്ലേ, ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട്. അപ്പം അതുകൊണ്ട് ദൂസരാ ബേട്ട ബനാവട്ടി ലഹജ, ചില ഉണ്ടാക്കിയെടുത്ത ഒരു ഇതിനകത്ത് ആപ്പ് ബി സാഹബ് അജീബ് ഹെ, ഇധർ ഹമേ സാരാ ഇന്തിസാം കർനാ ഹെ, ദേർ ഹോ രഹി ഹെ, ഉധർ ആപ്പ് ഏക് നയാ ശംഖാണെന്ന് തോന്നുന്നത്, ഗൂഫ ലേക്കർ ആ ഗയേ ഹെ. എന്താണ് പറയുന്നത്? ബനാവട്ടി എന്ന് വെച്ചാൽ വളരെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗൗരവത്തോടു കൂടി നമ്മുടെ ദൂസരാ ബേട്ട എന്താ പറയുന്നത്? ആപ്പ് ബി സാഹബ് അജീബ്, താങ്കൾ അജീബ് എന്ന് ചെന്ന വിചിത്രമാണ്. താങ്കളും എന്താ ഒരു വിചിത്രമായിട്ടുള്ള സ്വഭാവം എന്ന് വെച്ചാൽ വിചിത്രമായ കാര്യങ്ങളൊക്കെയാണല്ലോ താങ്കൾ ഈ പറയുന്നത്. ഇതിൽ ഹമേ സാര ഇന്തിസാം കർണ, മരണം എന്ന് പറയുമ്പോഴത്തേക്കും മരണം നടന്നതിന് ശേഷം ദഹിപ്പിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, ദഹിപ്പിക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ 2 മക്കളാണ് ഇവിടെ ഉള്ളത്, 2 മക്കളും കൂടെ ചെയ്യേണ്ട. അപ്പം എന്താ പറയുന്നത്? ഇതിൽ ഹമേ സാര ഇന്തിസാം കർണ ഹെ, ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. ദേർ ഹോ രഹേ ഹെ, സമയം പോകുന്നു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന്. ഇതൊരു ആപ്പ് ഏക് നയാ ശംഖുഫ ലേക്കർ ആയ, ഇതെന്താ ഇവിടെ ഒരു വല്ലാത്ത നമ്മളിപ്പോൾ ഒരു ഓർഡറിൽ കാര്യം ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്ന് ജീവിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് താങ്കൾ. ഒരു പുതിയ ഒരു കൺഫ്യൂഷനാണ് താങ്കൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ. തബി 16 साल का एक लड़का बाहर से आकर उत्तेजित आवाज में कहता है. എന്താണ് 16 എന്ന് വെച്ചാൽ 16 അല്ലേ? അപ്പം അവിടെ ആര് വന്നു? ഒരു 16 വയസ്സുള്ള ഒരു ലടുക്ക, ഒരു ആൺകുട്ടി അവിടെ വന്നു. സാൽക്ക ഏക ലടുക്ക പോലത്തെ ഒരു ആൺകുട്ടി. അപ്പം 16 വയസ്സെന്ന് പറയുമ്പോൾ എന്താണ്? യങ്ങറാണല്ലേ, എന്താ ടീനേജറിലേക്ക് വന്ന പ്രായം. ലടുക്ക ബാഹർ സെ ആക്കർ, പുറത്തുനിന്ന് വന്നിട്ട് എന്ത് ചെയ്യണു? ഉത്തേജിത ആവാസ്മേ കഹത്തെ ഹെ, വളരെ ഉത്തേജിത എന്ന് വെച്ചാൽ എന്താ? വളരെ ഉത്തേജിത എന്ന് വെച്ചാൽ എന്താ? വളരെ എന്താ പറയുക, ഉത്തേജം എന്ന് വെച്ചാൽ വളരെ ശബ്ദമൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ വളരെ എന്താ പറയുക ടെൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഇപ്പം നമുക്ക് ടെൻഷൻ വന്നാലും ചിലപ്പോൾ നമുക്ക് സന്തോഷം വന്നാലും നമ്മൾ ഉറക്കൊക്കെ പറയത്തില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയിൽ പറയുകയാണ്. വളരെ ഒച്ച കൂട്ടിയിട്ട് എന്തോ പറയുന്നു. എന്താണ്? ചോട്ടു പാപ്പ പാപ്പ ഗേന്ദേ കെ ഫൂൽ ലേ ആയാ ഹേ, ഫുൽ വാലേ को 200 रुपये दे दीजिए. അപ്പം എന്താണ്? അപ്പം ഇത് ആരുടെയോ മോനാണല്ലേ, ഫസ്റ്റ് ബേട്ടയുടെ ദൂസരാ ബേട്ടയുടെ കൊച്ചു മോനാണ്. ഏത് ഇവിടുത്തെ 16 വയസ്സുകാരൻ. അപ്പം എന്താണ്? ചോട്ടു ആ ആൺകുട്ടിയാണ് ചോട്ടു എന്ന് വെച്ചാൽ ആ കുട്ടിയാണ് വിളിച്ചു പറയുന്നത്. പാപ്പ പാപ്പ ഗെന്തേക്കെ ഫൂൽ, ചില പൂവ് ചില മരണത്തിന് ശവകുടീരത്തിൽ എന്തിനു വയ്ക്കും? പൂ വയ്ക്കും. അപ്പം പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൂൽ ഫൂൽ വാലേക്കും. അപ്പം കൊണ്ടുവന്ന പൂക്കാരനാണ് കൊണ്ടുവന്നത്. നമ്മളെല്ലാം ഓർഡർ ചെയ്യുമല്ലോ, വീട്ടിൽ നിന്ന് കുറച്ച് വെക്കലല്ലോ വേഗം തന്നെ. അപ്പം മരണത്തിന് മൃതദേഹത്തിൽ വയ്ക്കാൻ വേണ്ടി പൂ കൊണ്ടുവന്നിരിക്കുന്നു. പൂക്കാരൻ എന്ത് കൊടുക്കണം? ഫൂ വാലേക്കോ 200 रुपये दे दीजिए, 200 രൂപ കൊടുക്കൂ എന്ന് വിളിച്ചു പറയുന്നു. ഏക് ട്രക്ക് ആക്കർ ഗർക്കെ സാമന്യ ഗഡ ഹോത്താ ഹേ, അതവിടെ പൂക്കാരൻ വന്ന് 200 രൂപ കൊടുക്കണം. അപ്പോഴത്തേക്ക് എന്തായി? ഒരു ട്രക്ക് വന്നു.
ट्रक വന്ന് വീടിന്റെ മുന്നിൽ നിന്ന് घर सामने खड़ा होता है उसमें से घर का एक सदस्य अंदर आता है അവിടെ നിന്ന് എന്താണ് घर का एक सदस्य ചില വീട്ടിൽ തന്നെയുള്ള ആരോ ആണ് എവിടെ വന്നു अंदर आता है ആ ആര് വന്നു ആ വെഹിക്കിളിൽ നിന്ന് ഒരാള് വീട്ടിൽ തന്നെ ഒരാൾ ആരോ ഉള്ളിലേക്ക് വന്നു കിഷൻ സുരേഷ് ബഡി മുഷ്കിൽ സെ ട്രക്ക് കാ ഇന്റസാം കിയാ ഹൈ അപ്പം പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ ക്യാരക്ടറുകളിൽ ഇത്ര നേരം കൊണ്ട് ആരൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ക്യാരക്ടറുകളിലേക്ക് പോകാം ആദ്യമേ ആരൊക്കെ വന്നു ഡോക്ടർ കൗശിക് ഉണ്ട് സഹായി അവിനാശ് ഉണ്ട് ദെൻ അവർ ഇങ്ങനെ പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു മരണ വാർത്ത കണ്ടു ആ മരണ വീട്ടിലെത്തുന്നു മരണ വീട്ടിൽ ആരൊക്കെ ഉണ്ട് पहला बेटा ഉണ്ട് दूसरा बेटा पहली बहू दूसरी बहू दो बेटे लोग फॉरेन से आने वाले हैं देन एक 16 साल का लड़का छोटू आने विളിച്ചു പറഞ്ഞു छोटू क्या लाया था फूल वाले नहीं फूल वाले के बारे में बोल रहा है छोटू देन कौन आया किशन क्या बोल रहा है तो एक ट्रक आके रुका है तो ट्रक से कोई घर वाले ही अंदर आता है उसका नाम क्या था तभी किशन സുരേഷ് ബഡി മുഷ്കിൽ അപ്പം ഏതോ ഒരു സുരേഷിനോടാണ് കിഷൻ പറയുന്നത് സുരേഷേ എന്താ പറയുന്നത് ബഡി മുഷ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ട്രക്ക് കഴിഞ്ഞത് വളരെ ഈ ട്രക്കിന്റെ ഇന്റസാം എന്ന് വെച്ചാൽ എന്താ ഇന്റസാം നമ്മളൊരു കാര്യം ചെയ്യുന്നതിനാണ് ഇന്റസാം കർണ വെച്ചാൽ എന്താ അതിനെ ഒരുക്കുക തയ്യാറെടുക്കുക ഒരു കാര്യം ചെയ്യുക എന്നുള്ളതിനൊക്കെയാണ് ഇന്റസാം കർണ എന്ന് പറഞ്ഞത് അപ്പം ഇന്റസാം കിയ ഈ ട്രക്കിനെ ഞാനിപ്പോൾ കൊണ്ടുവന്നേക്കണെന്ന് വെച്ചാൽ ഞാനാണ് എത്തിച്ചത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇസ് കാം കെ ലിയെ കോയി ഗാഡി ദേത്താ ഹി നാഥ എന്താണ് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ആരും വണ്ടിയൊന്നും തരാറില്ല സാധാരണ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിയത് കിട്ടാനായിട്ട് സാരെ ട്രക്ക് ആജ്കൽ ഛാത്രോं ने चुनाव में रोक रखे हैं എന്താണ് ഇലക്ഷന് വേണ്ടിയിട്ടാണ് എല്ലാ ട്രക്കുകളും എന്ത് ചെയ്യണോ ഛാത്രം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ എന്തിനു വേണ്ടിയിട്ടാ ചുനാവ് ചെന്ന ഇലക്ഷന് വേണ്ടിയിട്ട് റോക്ക് രखे हैं എവിടെ തടഞ്ഞ് വച്ചേക്കുകയാണ് ഈ സമയത്ത് ബഡി മെഹനത്ത് കെ ബാദ് 1100 पर मिल है അപ്പൊ എത്ര രൂപയ്ക്കാണ് നമ്മുടെ ട്രക്ക് കിട്ടിയേക്കുന്നത് 11,000 1100 അല്ല 11,000 അല്ല 1100 രണ്ട് പൂജ്യം വരുള്ളൂ 100 എന്ന് പറയുമ്പോഴത്തേക്കും 11,000 അല്ല 1,100 അങ്ങനെ അതിനെ വരുള്ളൂ ബഡി മെഹനത്ത് വളരെ ബുദ്ധിമുട്ടിയാണ് എനിക്കിത് എത്ര രൂപയ്ക്ക് 1100 11 then 100 का 2 शून्य बोले तो 1,100 1100 पर मिला है 14,000 രൂപയ്ക്ക് 14,100 രൂപയ്ക്കാണ് എനിക്കിത് ട്രക്ക് ഇപ്പോൾ തൽക്കാലം വിട്ട് കിട്ടിയിരിക്കുന്നത് 1100 पर मिला है आधा पैसा एडवांस दिया है എന്താണ് അതിൻ്റെ ഹാഫ് പൈസ എന്ത് ചെയ്യുക 550 രൂപ അല്ലേ 50 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് തബ് കഹി ആയാ ഹേ എന്നുവെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ കൊടുത്തോണ്ടാണ് എന്താ ഇതേ ട്രക്ക് വന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് ആര് പറയുന്നു കിഷൻ പറയുന്നു അപ്പൊ ചോട്ടു പൂവിന്റെ കാര്യം പറയുന്നു കിഷൻ ആരെ വിളിച്ചിട്ട് പറയുന്നു സുരേഷിനെ വിളിച്ചിട്ട് പറയുന്നു സുരേഷ് ആരാന്ന് നമുക്ക് അറിയില്ല അല്ലെ ക്യാരക്ടർ ആരാണ് അപ്പൊ സുരേഷ് ആരാന്നറിയില്ല അപ്പൊ ഒരു കിഷൻ വീട്ടിൽ തന്നെയുള്ള വേറൊരാളാണ് കിഷൻ അപ്പൊ ആരൊക്കെ ഉണ്ട് ചോട്ടു ഉണ്ട് കിഷൻ ഉണ്ട് പിന്നെന്താ സുരേഷ് ഉണ്ട് അപ്പൊ സുരേഷും ഉണ്ട് അവര് ട്രക്കും കൊണ്ടുവന്നു കിഷൻ ഇങ്ങനെ ട്രക്കും കൊണ്ടുവന്നിരിക്കുന്നു ഏക അന്യാത്മി അത് പിന്നെ എടുത്താൽ മതിയല്ലോ അപ്പം അവിടെ ആരാ വന്നത് ഇപ്പം छोटू वनु पापा पापा गेंदे के फूल ले आया हो फूल वाले को 200 रुपये दे दीजिए बोल के कौन आया उधर छोटू आया सरासर का एक ट्रक आकर घर के सामने गड़ा होता है उसमें से घर का एक सदस्य अंदर आता है चले ഒരു ട്രക്ക് വന്ന് മുമ്പിലേക്കുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിലെ തന്നെ ഒരു സദസ്യം എന്ന് വെച്ചാൽ ഒരു മെമ്പർ അല്ലേ घर का सदस्य मिलने से
कोई मेंबर है, कौन किसका, हमारे उसके वो घर का ही मेंबर है, कोई आ रहा है, कौन, किशन। तभी किशन बोल रहा है सुरेश बड़ी मुश्किल से ट्रक का इंतज़ाम किया था, यानी किशन होगा वो जो गाड़ी में से उतर के आया, जो घर का एक सदस्य, वो कौन होगा, किशन होगा। तो किशन किसको बुला के बोल रहा है, कोई सुरेश को बुला के बोल रहा है, बड़ी मुश्किल से ट्रक का इंतज़ाम किया है, इस काम के लिए कोई गाड़ी देता ही ना था। बोला तो उधर मृत्यु हुआ है ना, तो मृत्यु का काम के लिए कोई ബടി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് എനിക്ക് ഈ ട്രക്ക് കിട്ടിയതെന്നൊക്കെ വന്ന് പറയുകയാണ് കിഷൻ. ആരെ വിളിച്ചിട്ടാണ് പറയുന്നത്, സുരേഷിനെ വിളിച്ചിട്ട്. സാരെ ട്രക്ക് ആജ്കൽ छात्रों ने चुनाव में रोक रखे हैं. എന്താണ് എല്ലാ ട്രക്കും എന്താണ് പറയുന്നത്, ഛാത്രോ അമ്പലത്തോ സ്റ്റുഡൻസ് അവർ യൂണിയൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ്റെ ചുനാവുമായിട്ട് ബന്ധപ്പെട്ട്, ചുനാവ് വെച്ചാൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിർത്തി ഇട്ടിച്ചേക്കുവാണെന്ന്. ബഡി മെഹനത്ത് കെ ബാദ് യഹ് 1100 पर मिला है. എന്താ അപ്പൊ എത്രയ്ക്കാ വിളിച്ചേക്കണത്, 1100. അപ്പൊ ബഡി മെഹനത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് എനിക്ക് 1100 രൂപയ്ക്ക് ഈ ട്രക്കിന് വാടകയ്ക്ക് കിട്ടിയേക്കണേന്ന്. 1100 पर मिला है. ആധാ പൈസ എഡ്വാൻസ് ദിയ. എന്താ പറയുന്നത്, ആധാ പൈസ ഹാഫ് എമൗണ്ട്, അപ്പം ഏകദേശം എത്രയായിരിക്കും, 550 അല്ലേ, അത്ര അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. തബ് കഹി ആയാ ഹെ, അപ്പോഴാണ് ഈ ട്രക്ക് വരാൻ സമ്മതിച്ചതെന്ന്. അപ്പം ഏക്ക് അന്യ ആത്മി, അപ്പം വേറൊരു ആത്മി, ഈ സുരേഷും അല്ല കിഷനും അല്ല, വേറൊരാള് അവിടെ നിന്ന് പറയുക ബാഹർ സെ ആക്കർ. അപ്പം ഗർവാലെ അല്ല, कोई बाहर वाला है, घर का बाहर का कोई है, बाहर सदस्य है. नहीं, सुरेश भी पता नहीं, सुरेश के बारे में कुछ नहीं बोला. तो ये सभी बोलने से क्या लगता है हमें, सिर्फ घर का अंदर का है. वो छोटा भाई है क्या बड़ा भाई पता नहीं, उसका किसी का नाम होगा वो भी पता नहीं. ये सभी बोलने से अमाउंट का बारे में सभी बोलना तो क्या होगा, शायद वो छोटा भाई बड़े भाई कोई तो होगा ये सुरेश, ऐसा लग रहा है, देखेंगे हम लोग बाद में. तो एक अन्य आदमी बाहर से आकर, तो घर का वाला घर का नहीं है, निकला ना वो किशन है. सुरेश कोई तो एक है उसमें का. बाहर से आकर अब आपने आज अखबार में किराए पर कमरा देने का जो इश्तहार दिया है उसी सिलसिले में आया हूँ. तो कोई बाहर से आ रहा है, वो आदमी कोई बाहर से आ रहा है, तो घर का नहीं है. वो क्या ढूंढ के आ रहा था, उसका कुछ कमरा किराए पर देने का पत्र में दिया था एडवर्टाइजमेंट, वही देख के वो अपने कमरे लेने के लिए आया था. वो आदमी उसके बीच में ये सभी हो रहा है, उसके बीच में वो आ गया एक अन्य आदमी. किसके लिए आया, बाहर से आकर आपने आज अखबार में किराए पर कमरा देने का जो इश्तहार दिया है. എന്താണ് ഇന്ന് നിങ്ങൾ അഖ്ബാർ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിൽ കിരായ പെർ കമര എന്ന് പറയുന്നതോ വാടകയ്ക്ക് റൂം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് ഇസ്തഹാർ ചില അഡ്വർടൈസ്മെന്റ് നൽകിയിരുന്നില്ലേ, ഉസി സിൻസിലേമേ ആയാഹു, അതിനു വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം പറയുന്നു. दोनों भाई कौशिक की और फिर समस्त इंतजाम की और उलझन भरी नजर डालते हैं. എന്താ दोनों भाई यानी पहला भाई और दूसरा भाई, दोनों भाई कौशिक की और, कौशिक वो तो जो शायद वो जो बाहर से आया उसका नाम कौशिक होगा. कौशिक तो अविनाश है. वो कौशिक, वो दूसरा नहीं, वो अभी जो दवा देने के लिए आया है उसका डॉक्टर कौशिक, वो कनेक्शन ये हो गया था. तो डॉक्टर कौशिक की और फिर समस्त इंतजाम की और उलझन भरी नशा से, उलझन बोला तो वेरी टेंस्ड
टेंस्ड नजर बोला तो टेंस्ड, नजर बोला तो आंख, तो पूरा हमारा टेंशन किधर दिखता है, वैसे टाइम में आंखों में दिखता है, കണ്ണിലാണ് കാണുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് तो दोनों भाई कौशिक की ओर, तो രണ്ട് पहला भाई और दूसरा भाई डॉक्टर कौशिक तो उधर रुका था, इसके बीच में ये सभी हो रहा है. कौशिक तो अभी जिंदा करने के लिए आया है मृत व्यक्ति को, तो उसके ऊपर देख रहा है. दोनों भाई लोग कौशिक की ओर फिर समस्त इंतजाम की ओर चल എല്ലാ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു, മരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നു. അവിടെയാണെങ്കിൽ കൗശിക് വന്നേക്കുന്നു. എന്താണ് അവിടെ നമ്മുടെ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്തസാം, ഈ തയ്യാറെടുപ്പ് മുഴുവൻ നടത്തുന്നത്. പക്ഷെ മരിച്ച ആളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ കൗശിക് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഡാക്ടർ അതുകൊണ്ടാണ് അങ്ങനെ വല്ലാത്തൊരു ഇതിനകത്ത് അവർ രണ്ടുപേരും നോക്കുന്നത്. ക്യാ കരേ ജൈസി ഭംഗിമ ബനാക്കർ സിർ पर हाथ रख लेते हैं, तभी कुछ और मेहमान अंदर घुसते हैं और एक बार फिर हाय पिताजी विलाप शुरू हो जाता है. എങ്ങനെയാ क्या करे जैसी ഭംഗിമ ബനാക്കർ സിർ पर हाथ रख लेते हैं എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും മരണം കഴിഞ്ഞു, മരണത്തിന് വേണ്ടി റെഡിയായി, ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല, കൊണ്ടുപോയി ദഹിപ്പിക്കുക, അവരുടെ സംസ്കാരം ചെയ്യുക, അതേ ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ ജീവിപ്പിക്കാൻ വന്നേക്കുന്ന ആളെ ഇനി ഞങ്ങൾ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ഒരു രീതിയിൽ നമുക്ക് വിഷമം ടെൻഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ തലയിൽ കൈവയ്ക്കത്തില്ലേ, അങ്ങനെ ഭായിമാർ രണ്ടുപേരും തമ്മിൽ നോക്കി അവരോടാണല്ലോ ഇതെല്ലാം പറയുന്നത്. അവർ എന്ത് ചെയ്യണോ, കയ്യിൽ തലയൊക്കെ വെച്ചിട്ട് ഇയാളെ എന്നെക്കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള മാതിരി നിൽക്കും. ആര്? കൗശികിനെ. ഓക്കെ. क्या करे जैसे भंगिमा बनाकर सिर पर हाथ रख लेते हैं. ഇയാളോട് ഞാൻ ഇനി എന്താ പറയണ്ടേ എന്നുള്ളത് ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുന്നു. തബി കുച്ച് ഓർ മെഹ്മാൻ, അപ്പോഴാണ് കുറച്ച് മെഹ്മാൻ പോലത്തോ ഗസ്റ്റ് അവിടെ വരുന്നു. എവിടെ വരുന്നു? घर में आता है. किसके लिए? वो मरे हुए व्यक्ति को देखने के लिए. മരിച്ചു കിടക്കുന്ന ആളെ കാണാൻ വേണ്ടിയിട്ടാണ് മെഹ്മാൻ ഗസ്റ്റുകൾ വരുന്നത് അല്ലേ. മരിച്ചു കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? വരുമ്പോഴുള്ളവർ വീണ്ടും കരയും അല്ലേ. എങ്ങനെയാ കരയുക? ഹായ് പിതാജി വിലാപ് ശുരു ഹോ ജാതാ ഹൈ എന്ന് വെച്ചാൽ കരച്ചിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. बड़ा लड़का हाथ जोड़कर डॉक्टर कौशिक को स्कूटर तक पहुंचा आता है. എന്താണ് പറയുന്നത്? बड़ा लड़का, അതിനകത്ത് നമ്മുടെ बड़ा भाई लड़का बोला तो उसमें का बड़ा लड़का എന്ത് ചെയ്യുന്നു? ഹാത്ത് ജോഡ്കർ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞിട്ട് കൈകൾ കൂപ്പി എന്ത് ചെയ്യുന്നു? ഡോക്ടർ കൗശികിനെ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ വരെ എത്തിക്കുന്നു. പൊക്കോ, താങ്കൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളും തടസ്സം നിൽക്കാതെ ദയവ് നിങ്ങളൊന്ന് പോയി തന്നാലെന്ന് പറഞ്ഞ് അവരുടെ സ്കൂട്ടർ വരെ എത്തിക്കുന്നു. അപ്പൊ ബെഡാബേട്ട തന്നെയാണല്ലോ എത്തിക്കുന്നത് അല്ലേ. ബെഡാബേട്ട അതിൽ എന്ത് പറയുന്നു? ജോ ഹം पर पड़ी है भुगत लेंगे डॉक्टर साहब, आप क्यों पड़े इस चक्कर में, नमस्ते. तो क्या बोल रहा है? जो हम पर पड़ी है, ഞങ്ങൾക്ക് എന്താ അനുഭവം? വർദ്ധോ क्या है? जो हम पर पड़ी बोलने से क्या मतलब है? ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമല്ല, എനിക്ക് എന്ത് ലഭിച്ചോ ഭാരം എന്നുവെച്ചാല് എനിക്ക് എന്ത് ലഭിച്ചോ, എനിക്ക് എന്താണ് ഈ അവസരത്തിൽ ലഭിച്ചേക്കുന്നത് അത് ഞങ്ങൾ ഭുഗത്തിലെങ്കിൽ ഡോക്ടർ, അത് ഞങ്ങൾ സഹിച്ചോളാം. ഡോക്ടർ സാറേ ആപ് ക്യോ പടേ ഇസ് ചക്കർ മേ, ഞങ്ങളുടെ ഈ ചക്കറിൽ താങ്കൾ എന്തിനാണ്? ചക്കർ എന്ന് വെച്ചാൽ എന്താണ്? ചക്രവ്യൂഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ താങ്കൾ എന്തിനാണ് വീണ്ടും താങ്കളും കൂടെ വന്ന് എന്തിനാണ് എൻ്റെ ഇടയിൽ ചാടുന്നത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൈകാര്യം ചെയ്തോളാം. നമസ്തേ എന്ന് വെച്ചാൽ എന്താർത്ഥം? താങ്കൾ ഇവിടുന്ന് പോയി തന്നാലും എന്ന് ബേട്ട അദ്ദേഹത്തെ സ്കൂട്ടറിന്റെ അവിടം വരെ എത്തിച്ചിട്ട് പറയുന്നു. लड़का तेजी से वापस कमरे में चला आता है. डॉक्टर कौशिक अबुझ से उसी दिशा में देखते रहते हैं. എന്താണ് അദ്ദേഹത്തിന് വേറെ പണിയുണ്ട് അവിടെ ചെന്നിട്ടല്ലേ?
കൗശിക്കിനോട് വർത്തമാനം പറഞ്ഞോണ്ടോ അയച്ചോണ്ട് നിന്നാൽ മതിയോ? അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങള് തയ്യാറെടുപ്പിന് വേണ്ടിട്ട് ഇരിക്കുന്നതാണ്. തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്, മൂത്ത മകനാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും അടുപ്പിക്കേണ്ടത്. അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ഗസ്റ്റുകളെ വന്നിരിക്കേണ്ടതും എല്ലാം അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അതിന്റെ ഇടയ്ക്കാണ് ഡോക്ടർ കൗശികോട് ജീവിപ്പിക്കാൻ ചെന്നേക്കുന്നത്. അദ്ദേഹത്തിനെ ഒരു രീതിയിൽ പറഞ്ഞു വിട്ടിട്ട് എന്ത് ചെയ്തു? ലടുക്കാത്തെ സീസെ വാപ്പസ് കമരമേ ചെല്ലാത്ത ഹേ ചെല്ലെന്താ തിരിച്ച് അദ്ദേഹം ഇത് തിരിച്ച് റൂമിന്റെ ഉള്ളിലേക്ക് വേഗം നടന്നു പോകുന്നു. ഡോക്ടർ കൗശിക് അബുച്ചസേ ആശ്ചര്യത്തോടെ ഡോക്ടർ കൗശിക് ഞാൻ ചത്താളെ ജീവിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറണേ എന്നുള്ള മട്ടില് വളരെ അത്ഭുതത്തോടു കൂടി എന്താ ഉസി ദിശാമേ ചെല്ല നമ്മുടെ ലടുക്ക ഇവിടെ ലടുക്ക നടന്നുപോയ ആ ദിശയില് ആര് നോക്കി നിൽക്കുന്നു? ഡോക്ടർ കൗശിക്കും നോക്കൊണ്ട് നിൽക്കുന്നു. അവിനാശ് ഉനിക്കെ കന്ധे पर ऐसी स्पर्श करता है जैसे दरवाजा खटखटा रहा है. तो यानी क्या है? अविनाश तो साथ में जो आया था ना, उसको तो पसंद ही नहीं था आने के लिए. ये कुछ काम नहीं होता करके बोल के ही वो आया था. फिर भी बैठो करके स्कूटर में बैठो करके बोल के लेके आया था अविनाश को. तो ये सभी देख के अविनाश उसके कंधे पर, किसके कंधे पर? डॉक्टर कौशिक के कंधे पर. कंधे पर तो क्या है? ചുമര്. ചുമരില് കൈ ഇങ്ങനെ സ്പർശിക്കുകയല്ല ചെയ്തത്. ആക്ച്വലി എങ്ങനെയാണ് സ്പർശിച്ചത്? ഏത് രീതിയിലാന്ന് പറയുന്നത്? ജയ്സെ ദർവാസ കടുക്കട്ട രഹാ. ദർവാസ കടുക്കട്ട നമ്മള് ഡോർ ഇങ്ങനെ കടുക്കട്ട ചെയ്യൂലേ, അതേമാതിരി ഇങ്ങനെ അടിക്കണ മാതിരി തട്ടി തുറക്കാനായിട്ടൊക്കെ നമ്മൾ വിളിക്കില്ല, അതേമാതിരിയുള്ള പക്ഷെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തു? ഡോക്ടർ കൗശികിന്റെ തോളത്ത് എന്ത് ചെയ്തു? അവിനാശ് കൈ വെച്ച് ഇങ്ങനെ വച്ചു. അവിനാശ് अब कहाँ जाना है बताइए देर हो रही है. വെറുതെ കളിയാക്കണം അത് തന്നെയാണ് ആക്ച്വലി. ഇനി എവിടെയാ പോണ്ടേ? വേഗം പറഞ്ഞാലും സമയം പോകുന്നു, വേഗം പറഞ്ഞാലെന്ന് ആര് പറയുന്നു? കൗശിക് അല്ല, കൗശികിനോട് അവിനാശ് പറയുന്നു. ഡോക്ടർ കൗശിക് അഖ്ബാർ ദേഖ്കർ സ്കൂട്ടർ സ്റ്റാർട്ട് करते हैं. എന്താണ്? വിടണില്ല. എന്താ ചെയ്യുന്നേ? ഡോക്ടർ കൗശിക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണേ. ഡോക്ടർ കൗശിക് അഖ്ബാർ ദേഖ്കർ. അപ്പൊ ഇത് എത്രാമത്തെ പേജ് ആയിരിക്കും നോക്കുന്നത്? 14ാമത്തെ പേജ്. 14 नंबर पेज का क्या रहता है उसमें? मरने का पेपर. वो जो लोगों का फोटो देता है वही पेपर होगा वो. तो उसमें देख के अखबार में देख कर स्कूटर स्टार्ट करता है. स्कूटर സ്റ്റാർട്ട് ചെയ്യുന്നു. കാഫി ദൂർ ചെല്ലനെ ബാദ് ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞിട്ട് മക്കാനൊക്കെ നമ്പർ പഠിത്തേ എന്താണ് ബിൽഡിങ്ങിന്റെ നമ്പറുകൾ വായിച്ച് വെസാക്കി പത്തേപ്പർ പഹുഞ്ചത്തെ ഹേ. കുറേ ദൂരെ ദൂർ ചെല്ലനെ ബാദ് കുറേ ദൂരത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണ് അവര് ആ ഏരിയയിൽ എത്തുന്നത്. ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്പർ ഏത് ബിൽഡിംഗ് നമ്പറുകൾ ഉണ്ടാവുമല്ലോ മുമ്പിൽ എത്തിച്ചേരണം. ബിൽഡിംഗ് നമ്പറുകൾ നോക്കി അദ്ദേഹം എവിടെ എത്തി? കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിന് മുന്നിൽ सही पते पर पहुंचते हैं. मकान के अंदर बाहर सफेद कपड़े में बहुत से स्त्री पुरुष नजर आते हैं. എന്നുവെച്ചാല് അവിടെ എങ്ങനെയാ കാണുന്നത്? സഫേദ് വൈറ്റ് ആയിട്ടുള്ള എവിടെ മക്കാൻ എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ആ ബിൽഡിങ്ങിന്റെ എന്താ കാണുന്നത്? അന്തർ ബാഹർ വലച്ചക്കായ ഉള്ളിലും പുറത്തും ഒക്കെ എന്താ? സഫേദ് കപ്പടേമേ വൈറ്റ് ഡ്രസ്. സാധാരണ മരണ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ രീതിയില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്. മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടുന്ന? വൈറ്റ് ഡ്രസ്സായിരിക്കും, വെളുത്ത ഡ്രസ്സായിരിക്കും. സഫേദ് കപ്പടേ में बहुत से स्त्री पुरुष नजर आते हैं. എന്താ കാണുന്നേ? എന്താ പറയുന്നത്? സ്ത്രീ പുരുഷ ബഹുത്ത് സേ സ്ത്രീ പുരുഷ ചില ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആ മക്കാന്റെ പുറത്തുണ്ട്, ആ ബിൽഡിങ്ങിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. ബരാമതേമേ ബരാമത്തെ ചെന്ന ബാൽക്കണി അല്ലെങ്കിൽ കോറിഡോർ കോറിഡോറോ എന്നുവെച്ചാൽ ബരാമതേമേ ആക്ച്വലി സിറ്റ് ഔട്ട് ഒരു വീടിന്റെ മുന്നിലത്തെ ഭാഗം.
बरामदे में मृत औरत का शव ले जाने की तैयारी है. അപ്പൊ ലേറ്റ് ആയല്ലോ, രാവിലെ അല്ല, അവിടെ കുറെ സമയം പോയി. അപ്പൊ എന്തായി, ഇവിടെ മരിച്ച സ്ത്രീയെ കൊണ്ടുപോകാനായിട്ട്, കത്തിക്കാനോ എന്താന്ന് വെച്ചാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് പോവാനായിട്ട്. बरामदे में मृत औरत का शव ले जाने की तैयारी है. चल കൊണ്ടെടുത്തോണ്ട് പോവാനുള്ള തയ്യാറി റെഡി അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. घर की बहू अपनी बाह पर 3-4 बारी जरी की साड़ियां लिए गड़ी है. എന്താ പറയുന്നത്? घर की बहू, चल रहा घर की बहू अपनी बाह पर, തോളിൽ അല്ലേ. അവിടുത്തെ ഗർക്കി ബഹു എന്ന് വെച്ചാൽ എന്താ, വീട്ടില് മരുമോള് എന്ത് ചെയ്തേക്കുന്നു, ബാഹുപർ തോളില് 3-4 ഭാരി വെച്ചാല് 3-4 പട്ടിയുള്ള ജഡീക്ക് സാഡിയ, ജെറിയുടെ സാടി എടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. और बड़ी बूटियों में सलाख चल रही है. ബഡി ബുട്ടി എന്ന് ചെന്ന വലിയ പാത്രങ്ങളിലൊക്കെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. മരണം ആള് കൊണ്ടാൻ പോവാണല്ലോ. കോൺസി സാഡി മൃതക് പർ ചടായി ജായേ, എന്താണ്? ഓക്കെ, എന്തിനു വേണ്ടിട്ടാ? മൃതദേഹത്തിൽ ഏത് സാരിയാണ് ഉടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ആ വലിയ സാരിയൊക്കെ പിടിച്ച് എങ്ങോട്ട്, ജെറി എന്ന് പറയുന്ന ഒരു സാരി മെറ്റീരിയൽ ആണ്. ജെറിയുടെ സാരിയൊക്കെ പിടിച്ച് നിൽക്കണത്. അപ്പൊ ഇതിനകത്ത് ഏത് സാരി വേണം എന്നൊക്കെ ചോദിക്കുകയാണ്. കോൺസി സാഡി മൃതക് പർ ചടായി ജായേ, अंत में सबकी सलाह पर एक हल्की पुरानी जरीदार साड़ी से शव ढाप दिया जाता है. എന്താ ചെയ്യുന്നേ? എന്നിട്ട് എല്ലാവരുടെയും സലാഹ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നു? एक हल्की पुरानी ജരീദാർ സാഡി എന്നുവെച്ചാല് ഒരു കട്ടി കുറഞ്ഞ പഴയ ജരീദാർ എന്ന് വെച്ചാൽ ജരീയുടെ എന്താ ഒരു സാഡി ശവത്തില് പുതപ്പിക്കാനായിട്ട് എടുക്കുന്നു. ശവ് കെ പൈരോം കെ പാസ് ഏക് നവയുവക് ഗംഗീൻ ബൈഠ ഹേ. എന്താ ചെയ്യുന്നേ? ശവത്തിന്റെ ഒരു ബൂഢ ഔരത്തല്ലേ മരിച്ചേക്കണത്. അപ്പം ആയിരിക്കാം. ശവ് കെ പൈരോം കെ പാസ് വെച്ചാല് ആ മരിച്ചെടുക്കുന്ന ആളുടെ കാലിന് കീഴായിട്ട്, കാലിന്റെ അടുത്തായിട്ട് ആരിയ്ക്കുന്നുണ്ട്? നവയുവക് ഗംഗീൻ ബൈഠ ഹേ. ഒരു യങ്ങറായിട്ട് ടീനേജ് ആയിട്ടുള്ള ഒരു മോൻ, ഒരു യുവാവ് അവിടെ മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ കൗശിക് ഉസേ അലഗ് ആനെ കാ ഇഷാര കർത്തേ ഹേ. ഒന്ന് തന്നെ ഇങ്ങോട്ട് വരാമോ എന്ന് അവരോട് ആര് ചോദിക്കുന്നു? ഇഷാര എന്ന് വെച്ചാൽ ആംഗ്യം, ഡയറക്ഷൻ, ആംഗ്യം കാണിക്കുന്നു. ആര് കാണിക്കുന്നു? ഡോക്ടർ കൗശിക് ആ നവയുവകനോട് ആംഗ്യത്തിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ഡോക്ടർ കൗശിക് ഫുർത്തി സെ ബ്രീഫ് കേസ് ഗോൾക്കർ ഷീഷി ഉസ് നവയുവകോ ദിക്കാത്തെ ഹേ. എന്നിട്ട് എന്താ അയാൾ വന്നപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? ഡോക്ടർ കൗശിക് ഫുർത്തി വളരെ ആഹ്ലാദത്തോടെ, ചില തന്നെ മരുന്ന് കുടിപ്പിക്കാൻ ആളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിന് വളരെ ഫുർത്തി എന്ന് വെച്ചാൽ ചുറുചുറുക്കോടെ എന്ത് ചെയ്യുന്നു? ബ്രീഫ് കേഴ്സ്, തൻ്റെ മറ്റേ മരുന്ന് വെച്ചേക്കണ ബ്രീഫ് കേഴ്സ് ചെന്ന പെട്ടി തുറന്നിട്ട് എന്ത് ചെയ്യുന്നു? കോൽഗർ ശീശി വെച്ചാൽ ഇത് ഇതിനകത്ത കുപ്പിയിലാണ് ഇത് സംഭവം എടുത്തേക്കുന്നത്. ശീശി എന്ന് ചെന്ന കുപ്പി, ചില്ലുകുപ്പി, ചില്ലിന്റെ ഇതിനാണ് ശീശി എന്ന് പറയണത്. അപ്പം ശീശി കുപ്പി, ചെറിയ കുപ്പികൾ ആയിരിക്കാം. കോലുകൾ ശീശി ഊസ് നവയുവകോ ദിക്കാത്തെ ഹേ. അതെടുത്തിട്ട് ആ ഗ്ലാസ്സില് മറ്റേ ചില്ലുകുപ്പിയിലുള്ളത് ആരെ കാണിക്കുന്നു? ദിക്കാത്തെ ഹേ. ഓർ ഹവ ഭാവസെ ബതാത്തെ ഹേ. എന്നിട്ട് വലിയ ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറയുകയാണ് ഈ വേ ക്യാ കർ സക്തേ ഹേ. എന്താണ് താൻ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ, തനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്നൊക്കെ അതൊക്കെ അദ്ദേഹം പറയുന്നു. നവയുവക ചെഹരെ പർ ആഹ്ലാദ, ഉത്തേജന और അവിശ്വാസ के चिन्ह आते हैं. എന്താണ്? അപ്പം അദ്ദേഹത്തിന് ശരിക്കും എന്താണ്,
മരിച്ചെടുക്കുന്ന സ്ത്രീയോട് ശരിയായിട്ടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് എന്താണ് തിരിച്ച് ജീവൻ വരുന്നു പറയുമ്പോഴത്തേക്ക് എന്താണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അയാളതിനെ ഇതെടുത്തത്. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം വളരെ ആഹ്ലാദത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉത്തേജന വെച്ചാൽ വളരെ എന്തോ ഒരു വളരെ സാഡായിട്ടിരുന്നതിനകത്തൊന്നും അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവുന്നു. അവിശ്വാസക്കെ ചിഹ്ന ചില അങ്ങ് നടക്കുമോ എന്നുള്ള ഐശ്വര്യമുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ അദ്ദേഹം അയാളെ എന്ത് ചെയ്യുന്നു കാണുന്നു. वह तुरंत पत्नी को आवाज देता है गिरजा गिरजा सुनो तो. എന്താ ചെയ്യുന്നേ? അദ്ദേഹം ഉറക്കെ വിളിക്കുന്നു. ആരെ വിളിക്കുന്നേ? അദ്ദേഹത്തിന്റെ പത്നി വരുന്ന ഗിരിജയെ വിളിക്കുന്നു. ഗിരിജ കെ ഹാത്ത് മേ അഭി ഭി സാഡിയാൻ ലഡ്കി ഹെ. എന്താണ് ഗിരിജയുടെ കയ്യിലാണെങ്കിൽ എന്തുണ്ട്? സാരി എല്ലാം തൂക്കി പിടിച്ചിട്ടുണ്ട്. ആക്കർ വഹ പ്രശ്നവാചക നിഗാഹ് തോന്നോ കൊ ദേഖ്തേ ഹെ. വന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നു. ഒരു ആശ്ചര്യത്തോടുകൂടി എന്താ വേണ്ടതെന്നുള്ള ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോടെ ഉള്ള ഒരു മുഖത്തോടെ ആര് നോക്കുന്നു? ഗിരിജ അവരെ നോക്കുന്നു. अविश्वास के चिन्ह वह तुरंत पत्नी को आवाज देता है गिरजा गिरजा सुनो. गिरजा हाथ में अभी भी साड़ियाँ लटकी है. आकर वह प्रश्नवाचक निगाह से दोनों को देखती है. नवयुग जल्दी जल्दी उसे समझाता है. നവയുഗാണെങ്കിൽ അദ്ദേഹത്തിന് വേഗം അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നവയുഗ അമ്മ നവയുഗമാണ്. അപ്പൊ പിന്നെ പറയുന്നത് അമ്മ फिर से जी सकती है. ये डॉक्टर साहब का कहना है. इनका पास ऐसी ദവായി ഹേ എന്ന് പറയാ. ഇത് അമ്മേനോട് നവയുഗ് പറയാണ്, അമ്മേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനൊരു മരുന്നുണ്ട്, എന്ത് ചെയ്യാം, തിരിച്ച് ജീവൻ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നു.